ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ പാഠഭാഗം ഭാഗക്കണക്കുകളിലെ മുഴുവൻ പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 56 മുതൽ പേജ് നമ്പർ 64 വരെയുള്ള എല്ലാ പ്രോബ്ലംസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിലെ പേജ് നമ്പർ 56ഉം 57ഉം ആണ് ചോദ്യം. നോക്കാം. ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം 2 വട്ടങ്ങളിലെയും നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ ഒരു വട്ടത്തിൻ്റെ എത്ര ഭാഗം കിട്ടുമെന്ന് കണക്കാക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 2 വട്ടമാണ്. അതിലെ നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിറം കൊടുത്ത ഭാഗങ്ങൾ എത്രയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യത്തെ വട്ടം നോക്കൂ. ഇതിൽ ആകെ 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്, നിറം കൊടുത്തിട്ടുള്ളത്? 1 ഭാഗമാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 1/3. ഇനി ഇവിടെ നോക്കൂ, ഈ ഒരു രണ്ടാമത്തെ വൃത്തം, ഇതിൽ ആകെ എത്ര ഭാഗങ്ങളുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 ഭാഗങ്ങളുണ്ട് ആകെ. അപ്പം നമ്മൾ 12 ഛേദമായിട്ട് എഴുതി. ഇതിൽ എത്ര ഭാഗമാണ് നിറം കൊടുത്തത് അത് നമുക്ക് നോക്കാം. എത്ര ഭാഗമാണ് നിറം കൊടുത്തത്? 1 2 3 4 5 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളം പൂരിപ്പിക്കാം. എന്താണ്? 1/3 കൂട്ടണം 5/12. ഓക്കെ, ഇനി നമ്മളിത് കൂട്ടിയിട്ടാണ് ആൻസർ എഴുതേണ്ടത്. അപ്പം ഇത് കൂട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് എപ്പോഴാണ് നമുക്ക് ഭിന്നസംഖ്യകൾ അംശങ്ങൾ അതേപോലെ കൂട്ടാൻ പറ്റുന്നത്? ഛേദം ഒരുപോലെ ആവണം അല്ലേ? ഇവിടെ ഛേദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 1 3 ആണ്, 1 12 ആണ്. അപ്പം നമ്മൾ ഛേദത്തിനെ 1 ആക്കണം അല്ലേ? ഒരേ സംഖ്യ ആക്കണം. അപ്പം 3ൻ്റെയും 12ൻ്റെയും ലസാഗു നമ്മൾ കാണണം അല്ലേ? 3ൻ്റെയും 12ൻ്റെയും ലസാഗു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പൊതുഗുണിതം നമ്മൾ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യ ഘട്ടം കഴിഞ്ഞു. 1/3 കൂട്ടണം 5/12. ഈ 2 കോളത്തിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അത് ഒരു കോളത്തിൽ മാത്രം എഴുതി വെക്കേണ്ട കണക്കല്ല, ഇതിന് ഒരുപാട് ക്രിയകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ നമുക്ക് പൊതുഗുണിതം നോക്കാം. ഓക്കെ, പൊതുഗുണിതം നോക്കാൻ നമുക്കിവിടെ ഉള്ളത് 3ഉം 12ഉം ആണ്. നമ്മുടെ ചോദ്യം എന്താണ്? 1/3 അതേപോലെ 5/12 ആണ്. അപ്പം നമ്മൾ 3ൻ്റെ ഗുണിതങ്ങൾ എഴുതി. 3 6 9 12 15. 12ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ എഴുതി. 12 24. കൂടുതൽ എഴുതണമെന്നില്ല. ഓക്കെ, 36 അങ്ങനെ എഴുതി. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിലും ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? പൊതുവായിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. അതാണ് നമ്മുടെ ലസാഗു അല്ലേ? മ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ ഏറ്റവും ചെറുതായിട്ട് വരുന്ന, ഇവിടെ 12 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ചെറുതായിട്ട് പൊതുവായിട്ട്, അതായത് രണ്ടെണ്ണത്തിലും കാണണം. ആരാണ്? 12 ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 12 ഇതിൻ്റെ പൊതുഗുണിതം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/3 നമുക്ക് 12ലേക്ക് മാറ്റണം അല്ലേ? 1/3 12ലേക്ക് മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം 3 12ലേക്ക് മാറ്റാൻ. അപ്പം 1/3 നമുക്ക് 12ലേക്ക് മാറ്റണം. അതായത് ഛേദം നമുക്ക് 12 മാറണം. അപ്പോൾ 3 എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? നമുക്ക് ഗുണനത്തിൽ അറിയാം, 3 ഗുണിക്കണം 4 ആണ് 12. അപ്പോൾ 3 4 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അംശത്തിനെയും എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അംശത്തിനെയും ഛേദത്തിനെയും എപ്പോഴും ഒരു സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം. ഓക്കെ, അപ്പോൾ 1 ഗുണിക്കണം 4 എത്രയാണ്? 4. അപ്പോൾ നമുക്ക് 1/3 എന്താക്കി എഴുതാം? ഇനി 4/12 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ക്രിയ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 1/3 കൂട്ടണം സമം 1/3 ഗുണിക്കണം 4/4. 1 ഗുണിക്കണം 4 4, 3 ഗുണിക്കണം 4 12. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ഛേദങ്ങളും ഒരുപോലെയായി. ഇനി നമുക്ക്
നോക്കിയാലോ. ഇനി നമുക്ക് 1/3 നമ്മൾ 4/12 ആക്കി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4/12 കൂട്ടണം 5/12. 4ഉം 5ഉം എത്രയാണ്? 9/12. ഓക്കെ. ഇനി നമുക്ക് ലഭിച്ച ഉത്തരം ലളിതമാക്കണം. ഏറ്റവും സിംപ്ലസ്റ്റ് ലഘുവായിട്ടുള്ള രൂപത്തിലാണ് നമ്മളത് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ വീണ്ടും നോക്കുക, 9/12. ഇവിടെ 9ലും 12ലും പൊതുവായിട്ടുള്ള സംഖ്യ ഏതാണ്? 9ൻ്റെ ഗുണിതം എടുത്തു നോക്കിയാലും 12ൻ്റെ ഗുണിതം നോക്കിയാലും നമുക്ക് എന്താണ്? 1 3 3 അല്ലേ? 2 3 6 3 9 അല്ലേ? അതേപോലെ 12ൻ്റെത് നമ്മൾ നോക്കിയാലും നമുക്ക് 12 കിട്ടുന്നതിൽ ഏതൊക്കെ എഴുതാം? ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം, 4 3 12 അല്ലേ? അപ്പോൾ 3 ഇതിൽ രണ്ടിലും വരുന്ന പൊതു ഘടകം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെ ചെറുതാക്കാൻ എന്താ ചെയ്യേണ്ടത്? 9/12 എന്ന് പറയുമ്പോൾ 3 ഇതിൻ്റെ രണ്ടിനെ പൊതു ഘടകം. അപ്പോൾ നമുക്ക് 3 എന്ന് ഇവിടെ എഴുതി വെക്കാം. എന്നിട്ട് 3നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ് ചെയ്യാണ്. 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 9 കിട്ടുക? 3നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 9 കിട്ടുക. അതേപോലെ തന്നെ 12നെ 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? 4 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3/4. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇവിടെ നിറം ചെയ്ത ഭാഗം എത്രയാണെന്ന് എഴുതുക. അത് 1 1/3, രണ്ടാമത്തേത് 5/12 നമുക്ക് കിട്ടിയത്. ഓക്കെ. അതിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ 2 കോളത്തിൽ നമ്മൾ 2 എഴുതി. ഇനി അടുത്ത കോളത്തിൽ ഇത് എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? 4/12 കൂട്ടണം 5/12. അപ്പോൾ ഈ 5/12 ഇവിടെ തന്നെ ഉണ്ട്. 1/3 4/12 ആയി എന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വിശദമായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ 2ൻ്റെയും അതായത് 3ൻ്റെയും 4ൻ്റെയും പൊതുഗുണിതം എടുത്തിട്ടാണ് നമ്മൾ 12ലേക്ക് മാറ്റിയത്. ഇനി 4 കൂട്ടണം 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9/12. അതാണ് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതേണ്ടത്, 9/12. ഈ 9/12നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ലളിത രൂപത്തിൽ എഴുതണം. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? 3 എടുത്തിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3/4. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 3/4 കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടും മനസ്സിലായെന്ന് കരുതുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെയും 2 വട്ടങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. വട്ടത്തിൻ്റെ ഭിന്നസംഖ്യ എഴുതാൻ വളരെ എളുപ്പമാണ്. ഓക്കെ. വട്ടത്തിനാകെ എത്ര, മൊത്തത്തിൽ എത്രയുണ്ട്? 1 2 3 4 5 6 അല്ലേ? 6 ഭാഗങ്ങളാണ് വട്ടത്തിനുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം? 6 എന്ന് എഴുതാം. ഓക്കെ. എത്ര എണ്ണമാണ് നിറം കൊടുത്തത്? ആകെ 1 നിറം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1/6 എന്ന് എഴുതാം. കോളം ചെറുതാണ്. 1/6 എന്ന് ഇവിടെ എഴുതാം. ഇനി കൂട്ടണം. ഇവിടെ എത്ര കോളം ഉണ്ട്? 1 2 3 4. ആകെ ഭാഗം 4ആണ്. അതിൽ എത്ര എണ്ണം നിറം കൊടുത്തിട്ടുണ്ട്? 3 എണ്ണത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/4 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് കിട്ടി. ഇനി ഇവിടെയും പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? ഇവിടെ 1 1/6 ആണ്, 1 3/4. അപ്പോൾ 6ൻ്റെയും 4ൻ്റെയും ഛേദങ്ങൾ അല്ലേ? ഛേദങ്ങൾ രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6ൻ്റെ ഗുണിതങ്ങളും 4ൻ്റെ ഗുണിതങ്ങളും എഴുതി നോക്കിയിട്ട് അതിൽ ഏറ്റവും ചെറുതായ പൊതുവായിട്ടുള്ള ചെറിയ സംഖ്യ നമ്മൾ എഴുതുക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ നമുക്ക് എഴുതി നോക്കാം. എന്താണ്? 6 12. ഓക്കെ. ഇനി 4ൻ്റെ ഗുണിതങ്ങൾ നമുക്ക് എഴുതി നോക്കാം. 4 8 12 അല്ലേ? അപ്പോൾ ഇതിൽ രണ്ടും പൊതുവായിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 12ആണ്. ഏറ്റവും ചെറിയ സംഖ്യ 12ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6നെയും നേരത്തെ നമ്മൾ ഒരു സംഖ്യയെ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരേ ചെയ്തത്. കാരണം നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ 5/12 എന്തായിരുന്നു? അത് ലസാഗു തന്നെയായിരുന്നു. ഇതിൽ നമുക്ക് 6നെയും 4നെയും എന്താക്കണം? നമുക്ക് ഒരേ ഗുണിതത്തിലേക്ക്, ഒരേ ഛേദത്തിലേക്ക് കൊണ്ടുവരണം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഷെയ്ഡ് ചെയ്ത ഭാഗം 1/6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കിട്ടേണ്ടത് എന്താണ്? 12ആണ് നമ്മുടെ ഛേദം കിട്ടേണ്ടത്. അപ്പോൾ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? 2 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. ഇപ്പോൾ ഛേദത്തെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അംശത്തെയും എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 1 ഗുണിക്കണം 2. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2/12. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 2/12 എന്ന് എഴുതാം. ഇനി അടുത്ത് എന്താണ് നമുക്ക് കിട്ടിയ എന്തായിരുന്നു? 3/4 ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ 3/4നെയും ഇതേപോലെ എഴുതണം. 3/4 ഇത് നിങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. ഇതിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ എഴുതുന്നത്. 3/4നെ നമുക്ക് 12 ഛേദമാക്കി മാറ്റണം. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? എല്ലാവർക്കും അറിയാം, 3 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പോൾ 4നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 12 കിട്ടി. അപ്പോൾ 3നെയും എന്തുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/12 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരം എത്രയാണ്? അപ്പോൾ നമ്മൾ 3/4നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9/12. ഇനി നമ്മൾ എന്താണ് ഈ കോളത്തിൽ എഴുതുന്നത്? 2/12 കൂട്ടണം 9/12. 2/12 കൂട്ടണം 9/12 നമ്മൾ ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? നമുക്ക് 11/12 കിട്ടുക അല്ലേ? 11/12 കിട്ടുക. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കാനൊന്നും കഴിയില്ല, കാരണം ഇത് രണ്ടും വ്യത്യസ്ത സംഖ്യകളാണ്. ഇതിന് പൊതുവായിട്ട് ഘടകങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ 11/12 തന്നെ എഴുതാം. അപ്പോൾ നമ്മൾ 1/6നെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 2/12 ആയി. 3/4നെ 3 കൊണ്ട് ഗുണിച്ചു, 9/12 ആയി. ഇനി ഈ കിട്ടിയ ഭിന്നസംഖ്യ നമ്മൾ കൂട്ടി 2/12 കൂട്ടണം 9/12, അപ്പോൾ നമുക്ക് 11/12. അപ്പോൾ അവസാനത്തെ ഉത്തരം എത്രയാണ്? 11/12. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യമാണ്. ലാസ്റ്റ് ചോദ്യം നോക്കൂ. ഇവിടെ നമുക്ക് നിറം കൊടുത്ത ഭാഗങ്ങൾ നോക്കാം. 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 ഭാഗങ്ങളുണ്ട്. 5 ഭാഗങ്ങളുണ്ട്. അതിൽ എത്രയാണ് ഷെയ്ഡ് ചെയ്തത്? 1, 2, 3. അപ്പോൾ 3/5 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് എത്രയുണ്ട്? 1, 2, 3, 4. അപ്പോൾ നമുക്ക് ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 8 ഭാഗങ്ങളുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്തത് 3 ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ 3/8 എന്ന് എഴുതി. ഇനി നമുക്ക് ഇത് രണ്ടും കൂട്ടണം. കൂട്ടാൻ ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലസാഗു കാണണം. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കും? 5, 10, 15, 20, 25, 30, 35, 45 വരെ നമ്മൾ 35, 40 അല്ലേ? 8ൻ്റെ ഗുണിതം എടുക്കുമ്പോൾ 8, 16, 24, 32, 40. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 40 ആണ് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ 40 ഛേദമാവുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മൾ 3/5നെ നമുക്ക് 40ലേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടും? 5നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക? 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 40 കിട്ടുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 3/5നെ നമ്മൾ 40 നമുക്ക് കിട്ടിയത്. 8, 5, 40. അപ്പോൾ 3, 8, 24. അപ്പോൾ നമുക്ക് 3/8നെ എന്താക്കാം? 3/5നെ എന്ത് ചെയ്യാം? 24/40 എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇനി 3/8നെ നമുക്ക് എന്ത് എഴുതാം? 3/8നെ നമുക്ക് 8, 5, 40. 3 ഗുണിക്കണം 5, 15. 15/40 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇത് രണ്ടും കൂട്ടണം. എന്താണ്? 24/40 24/40 പ്ലസ് 15/40. 24ഉം 15ഉം കൂട്ടിയ എത്രയാണ്? 9, 39/40. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഉത്തരം എത്രയാണ്? 39/40. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് കരുതുകയാണ്. ഇവിടെ നോക്കൂ, 5ൻ്റെയും 8ൻ്റെയും പൊതുഛേദം ലസാഗു 40 ആയതുകൊണ്ട് 2 ഭിന്നസംഖ്യയെ നമ്മൾ ഛേദം 40 മാറ്റുന്നു. 3/5 3 ഗുണിക്കണം 8 24, 5 ഗുണിക്കണം 8 40. ഇനി അതേപോലെ തന്നെ 3/8നെ 5 കൊണ്ട് ഗുണിച്ചു. 3 ഗുണിക്കണം 5 15, 8 ഗുണിക്കണം 5 40. ഇനി നമ്മൾ ഇപ്പോൾ കിട്ടിയ ഭിന്നസംഖ്യ തമ്മിൽ കൂട്ടാണ് ചെയ്തത്. 24ഉം 15ഉം കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 39/40 ആണ്. ഇനി നമുക്ക് അടുത്ത
ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ 5 കണക്കുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് 1/4 കൂട്ടണം 1/8. അപ്പോൾ നമ്മൾ 1/4 ഗുണിക്കണം 1/8. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4ഉം 8ഉം ഛേദം വ്യത്യസ്തമാണ്. അപ്പം ഛേദത്തിനെ നമ്മൾ ഒരുപോലെ ആക്കുക എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ലസാഗു കണ്ടുപിടിക്കണം. ഇവിടെ ഛേദങ്ങൾ 4ഉം 8ഉമാണ്. 4ൻ്റെ ഗുണിതങ്ങൾ 4, 8, 12 അങ്ങനെ പോകുന്നു. 8ൻ്റെ ഗുണിതങ്ങൾ എത്രയാണ്? 8, 16. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും ലസാഗു എത്രയാണ്? 8ആണ് അല്ലേ? ഏറ്റവും ചെറിയ പൊതുഗുണിതത്തിനെയാണ് നമ്മൾ ലസാഗു എന്ന് പറയുന്നത്. അപ്പോൾ ആ 4ൻ്റെയും 8ൻ്റെയും ലസാഗു എത്രയാണ്? 8ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1/4 ഛേദം 8ആക്കി മാറ്റൂ. അപ്പോൾ 1/4 ഛേദം 8ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ 1/4 ഗുണിക്കണം 2 ചെയ്തപ്പോൾ 2/8 കിട്ടി. ഇനി അടുത്തത് നമുക്ക് 1/8നാണ്. 1/8 നമ്മൾ ഛേദം 8ആക്കി മാറ്റേണ്ടതല്ല, അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് 2 കൂട്ടാണ്. 2/8 കൂട്ടണം 1/8. അപ്പോൾ നമുക്ക് 2ഉം 1ഉം കൂട്ടി 2ഉം 1ഉം കൂട്ടിയപ്പോൾ 3 കിട്ടി. 3/8. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 3/8. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്തത് 3/4 കൂട്ടണം 1/6. ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4ഉം 6ഉം വ്യത്യസ്തമായിട്ടുള്ള ഛേദങ്ങളാണ് നമുക്കുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലസാഗു കണ്ടുപിടിക്കണം. അപ്പോൾ 4ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4, 8, 12, 16, 20 അങ്ങനെ പോകുന്നു. ഇനി 6ൻ്റെ ഗുണിതങ്ങൾ നോക്കിയാലോ? 6, 12, 18, 24 അങ്ങനെ പോകുന്നു. ഇനി ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് എന്താണ്? 12 ആണല്ലേ? അപ്പോൾ 4ൻ്റെയും 6ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് 12ആണ്. ഇനി നമ്മൾ ഇത് 2നെയും 12ലേക്ക് മാറ്റണം അല്ലേ? ഇത് 2ൻ്റെയും ഛേദം നമ്മൾ 12ലേക്ക് മാറ്റണം. ആദ്യം നമുക്ക് 3/4 ഛേദം 12ആക്കി മാറ്റാം. അപ്പോൾ 3/4ആണ്. അപ്പോൾ ഇവിടെ 12ആണ് ഛേദം. 4നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 12 മാറുക. അപ്പോൾ നമ്മൾ അംശത്തെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 ഗുണിക്കണം 3 എത്രയാണ്? 9. 9/12. ഇനി അടുത്തത് നമ്മളത് 1/6ആണ്. 1/6നെ നമ്മൾ ഛേദം 12ആക്കി മാറ്റാണ്. 1/6 ഗുണിക്കണം 2/2. അതായത് 1 ഗുണിക്കാൻ 2, 2, 6 ഗുണിക്കാൻ 2, 12. ഇനി രണ്ടും ഛേദം 1ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ അംശങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടി 9 കൂട്ടണം 2. 9 കൂട്ടണം 2 എന്ന് പറയുന്നത് എത്രയാണ്? 11/12. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 11/12. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യവും ഛേദം വ്യത്യസ്തമാണ്. 1/3 കൂട്ടണം 2/5. അപ്പോൾ നമ്മൾ എന്ത് ഛേദം വ്യത്യസ്തമാണ് എന്ന് അപ്പോൾ നമ്മൾ എന്ത് ലസാഗു കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലസാഗു കണ്ടുപിടിക്കണം. അപ്പം ഛേദം എന്താണ്? 3ആണ് 5ആണ്. അപ്പോൾ നമുക്ക് 3ൻ്റെ ഗുണിതങ്ങൾ എഴുതി നോക്കാം. 3ൻ്റെ ഗുണിതങ്ങൾ 3, 6, 9, 12, 15, 18. ഓക്കെ. ഇനി 5ൻ്റെ ഗുണിതങ്ങൾ എഴുതി നോക്കിയാലോ? 5, 10, 15, 20 അങ്ങനെ പോകുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഇതിലേതാണ്? 15 ആണല്ലേ? ഇവിടെ 15ആണ് പൊതുഗുണിതം. അപ്പോൾ 5ൻ്റെയും 3ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് 15 ആണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 3നെയും 5നെയും നമ്മൾ എന്തിലേക്ക് മാറ്റണം? 15ലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് 1/3നെ ഛേദം 15ആക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ 1/3നെ 15ആക്കി മാറ്റണമെങ്കിൽ 3നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 15 കിട്ടുക. അപ്പോൾ നമ്മൾ അംശത്തെയും 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 5 കിട്ടി. 1 ഗുണിക്കണം 5, 5, 3 ഗുണിക്കണം 5, 15. ഇനി അടുത്തത് സംഖ്യ ഏതാണ്? 2/5 ആണ്. 2/5നെയും ഇതേപോലെ നമ്മൾ ഛേദം 15ആക്കി മാറ്റാണ്.
അപ്പോൾ 2/5 ഗുണിക്കണം 3/3. അതായത് 5നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഛേദം 15 ആക്കി കിട്ടുക. അപ്പോൾ നമ്മുടെ അംശത്തെയും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. 2 ഗുണിക്കണം 3 6. ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? 5/15 കിട്ടി, അതേപോലെ 6/15 കിട്ടി. ഇനി 5ഉം 6ഉം എത്രയാണ്? 11ആണ്. 11/15. ഇതിനെ നമുക്ക് ലളിതമാക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ലഘൂകരിച്ച് എഴുതാനൊന്നുമില്ല. നമുക്ക് അവസാനത്തെ ഉത്തരം എന്താണ്? 11/15 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം എന്താണ്? 1/2 കൂട്ടണം 2/5. 1/2 കൂട്ടണം 2/5. ഇവിടെയും എന്താണ്? ലസാഗു കണ്ടുപിടിക്കണം. 2ൻ്റെയും 5ൻ്റെയും വ്യത്യസ്തമായ ഛേദങ്ങളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ലസാഗു കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 2ൻ്റെ ഗുണിതങ്ങൾ നോക്കാം. അപ്പോൾ 2, 4, 6, 8, 10. ഇനി 5ൻ്റെ ഗുണിതങ്ങൾ നോക്കിയാലോ? 5, 10, 15. ഓക്കെ. ഇനി 2ൻ്റെയും 5ൻ്റെയും ലസാഗു ഇവിടെ ഏതാണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 10 ആണ്. അപ്പോൾ ലസാഗു എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2ൻ്റെയും 5ൻ്റെയും ഛേദം എന്താക്കി മാറ്റണം? 10 ആക്കി മാറ്റണം. അപ്പോൾ 10 ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 1/2 ഛേദം 10 ആക്കി മാറ്റണം. അപ്പം 10 ആക്കി മാറ്റണമെങ്കിൽ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 10 കിട്ടുക? 5 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 10 കിട്ടുക. ഇപ്പോൾ 2 ഗുണിക്കണം 5 10 ചെയ്തു. അപ്പോൾ ഈ 5 കൊണ്ട് തന്നെ നമ്മൾ അംശവും ഗുണിക്കുന്നു. 1 ഗുണിക്കണം 5, അപ്പോൾ 5. അപ്പോൾ ആദ്യത്തെ 1/2 നമുക്ക് എന്ത് കിട്ടി? 5/10 ആക്കി കിട്ടി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് 2/5 ആണ്. ഇതിനെയും നമ്മൾ എന്താക്കി മാറ്റണം? ഛേദം 10 ആക്കി മാറ്റണം. അപ്പോൾ 5നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഛേദം 10 കിട്ടി. അതേപോലെ നമ്മൾ അംശത്തെയും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 4 കിട്ടി. അപ്പോൾ 2 ഗുണിക്കണം 2 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാണ് വേണ്ടത്. ഇവിടെ 5/10 കിട്ടി, ഇവിടെ 4/10 കിട്ടി. ഇപ്പോൾ 5/10 കൂട്ടണം 4/10. ഓക്കെ. 5ഉം 4ഉം എത്രയാണ്? 5ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും. ഛേദം നമ്മുടെ 10 തന്നെ. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 9/10 ആണ് നമ്മുടെ ഉത്തരം. ഇനി ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യമാണ് 2/3 കൂട്ടണം 1/5. ഇവിടെയും ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലസാഗു കണ്ടുപിടിക്കണം. ഓക്കെ. 3ൻ്റെയും ഛേദങ്ങൾ 3ഉം 5ഉം ആണ്. അപ്പോൾ 3ൻ്റെ ഗുണിതങ്ങൾ 3, 6, 9, 12, 15, 18. 5ൻ്റെ ഗുണിതങ്ങൾ 5, 10, 15, 20. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 15 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ 3ൻ്റെയും 5ൻ്റെയും ലസാഗു എന്താണ്? 15 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തതായിട്ട് നമുക്ക് ഈ ഛേദങ്ങളെയൊക്കെ 15 ആക്കി മാറ്റണം. ഛേദങ്ങളെ നമ്മൾ എന്താക്കി മാറ്റണം? 15 ആക്കി മാറ്റണം. അപ്പോൾ 15 കിട്ടണമെങ്കിൽ ഈ 3നെ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 2നെയും നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 ഗുണിക്കണം 5 10, 3 ഗുണിക്കണം 5 15. ഇനി അടുത്തത് 1/5ൻ്റെ ഛേദം നമ്മൾ 15 ആക്കി മാറ്റുന്നു. അപ്പോൾ 15 ആക്കണമെങ്കിൽ 5നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5 ഗുണിക്കണം 3 15, 1 ഗുണിക്കണം 3 3. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാണ് വേണ്ടത്. ഇപ്പോൾ 10/15 കൂട്ടണം 3/15. അപ്പോൾ 10 കൂട്ടണം 3 13, 13/15. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 13/15. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഛേദത്തെ ഒരുപോലെ ആക്കുക. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും പറഞ്ഞതിൽ 4ൻ്റെയും 8ൻ്റെയും ഏറ്റവും ചെറിയ പൊതുഗുണിതം അഥവാ ലസാഗു എത്രയായിരുന്നു? 8 ആയിരുന്നു. അപ്പോൾ നമ്മൾ 8നെ കൊണ്ട് 8 ഛേദമാക്കി മാറ്റി. ഇവിടെ രണ്ടാമത്തെ കേസ് വരുമ്പോൾ നമ്മൾ 4ൻ്റെയും 6ൻ്റെയും പൊതുഗുണിതം കണ്ടുപിടിച്ചു. അത് നമുക്ക് 12 കിട്ടി. അപ്പോൾ നമ്മൾ ഛേദത്തിനെ 12ലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 11/12 കിട്ടി. ഇനി മൂന്നാമത്തെ കേസ് വരുമ്പോൾ 1/3 കൂട്ടണം 2/5. ഇവിടെ 3ൻ്റെയും 5ൻ്റെയും നമ്മൾ പൊതുഗുണിതം എടുത്തു. അപ്പോൾ അത് എത്രയാണ്? നമുക്ക് 5 ആയിരുന്നു കിട്ടിയതല്ലേ?
3ൻ്റെയും 5ൻ്റെയും ഗുണിതങ്ങൾ എഴുതിയപ്പോൾ അതിൽ പൊതുവായിട്ട് വന്നത് 15 അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 15 നമ്മുടെ ഛേദമാക്കി മാറ്റിയത്. ഇനി അടുത്തത് 2ഉം 5ഉമാണ്. 2ൻ്റെയും 5ൻ്റെയും ഗുണിതങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 10. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായിരുന്നു? 1/2. അതായത് 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 9/10 ആയിരുന്നു. ഇനി അടുത്തത് 2/3 കൂട്ടണം 1/5. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? 3ൻ്റെയും 5ൻ്റെയും ഗുണിതം എടുത്തു. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ പൊതുഗുണിതമായിട്ട് വന്നത് ഏതായിരുന്നു? 15 ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ 15 നമുക്ക് ആൻസർ 13/15 കിട്ടിയത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 9/10 കിട്ടിയത്. ഓക്കെ, മൂന്നാമത്തേതിൻ്റെ ആൻസർ 11/15. ഇത് 11/12. ഫസ്റ്റ് 3/8. അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 56ലെയും 57ലെയും ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്തൊരു കണക്കാണ്. ഒരു ടാപ്പും ടാങ്കുമായിട്ടുള്ള ഒരു കണക്കാണ് ചെയ്യാനുള്ളത്. നമുക്ക് ആ മൂന്നാമത്തെ കണക്ക് നോക്കാം. പേജ് നമ്പർ 57ലെ മൂന്നാമത്തെ കണക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് മൂന്നാമത്തെ ചോദ്യത്തിന് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട. നല്ലോണം മനസ്സിരുത്തി ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഒരു ടാങ്കും പൈപ്പും ഒക്കെ നമ്മളൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യം വായിച്ച് നോക്കാം. ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 2 കുഴലുകളുണ്ട് അല്ലേ? ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് വേണം അല്ലേ? അപ്പോൾ നമ്മൾ സങ്കല്പിക്കുക, ഒരു ടാങ്ക് ഉണ്ട് അല്ലേ? ഒരു ടാങ്ക് ഉണ്ട്. അപ്പോൾ ആ ടാങ്കിലേക്ക് വെള്ളം നിറയാൻ പൈപ്പുണ്ട്. ഇത് പൈപ്പാണെന്ന് സങ്കല്പിക്കുക. 2 പൈപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ്. ഇതാണ് ഒന്നാമത്തെ പൈപ്പ്. ഇതിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എന്ത് നിറയും? വെള്ളം നിറയും, ടാങ്ക് നിറയും. ഇനി രണ്ടാമത്തെ കുഴൽ തുറന്നു വെക്കുകയാണ്. അത് തുറന്നു വെച്ചാൽ എന്ത് വേണം? 15 മിനിറ്റ് വേണം. ഓക്കെ, ഇനി ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? അതായത് ഒന്നാമത്തെ കുഴൽ എന്ന് പറഞ്ഞാൽ അതായത് 10 മിനിറ്റ് കൊണ്ട് നിറയുമെന്ന് പറഞ്ഞാൽ ആ ടാങ്ക് 1 മിനിറ്റ് കൊണ്ട് എത്ര ഭാഗം നിറയുന്നതാണ്. സിമ്പിളല്ലേ? 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 10/1 അല്ലേ? 10/1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? അതാണ് ആദ്യത്തെ ചോദ്യം. 10 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ മുഴുവൻ നിറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ 10/1 അല്ലേ? 10 മിനിറ്റ് കൊണ്ട് നിറയും. അപ്പോൾ 1 മിനിറ്റിൽ 10/1. അതായത് 10നെ നമ്മൾ ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിറയുമെന്ന് പറഞ്ഞു. 10നെ നമ്മൾ 10 ഭാഗങ്ങളായിട്ട് നിറയ്ക്കുക, ഇങ്ങനെ ഭാഗിക്കുകയാണ്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നിറയുന്നത് എന്താണ്? 10/1 അല്ലേ? 10/1. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? സിമ്പിൾ അല്ലേ? 15 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ മുഴുവൻ ഭാഗം നിറയുമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ 15/1 നിറയും അല്ലേ? ആ ടാങ്കിൻ്റെ 15/1. ഇപ്പം ടാങ്കിൻ്റെ ഇപ്പോൾ 2 മിനിറ്റ് ആണെച്ചാൽ 15/2 നിറയും. 3 മിനിറ്റ് ആണെച്ചാൽ 15/3 ഭാഗം നിറയും. അങ്ങനെ 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 മിനിറ്റിൽ എത്ര നിറയും? 15/15 നിറയും. അതായത് ടാങ്ക് ഫുള്ളും നിറയും. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഒരു കുറച്ച് കാൽക്കുലേഷൻസ് ആവശ്യമാണ്.
2 കുഴലുകളും തുറന്ന് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? ഇപ്പോൾ 2 കുഴലും തുറന്ന് വെക്കുകയാണ്. അപ്പോൾ എത്രയാണ് നിറയാന്നാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് കൂട്ടി നോക്കണം. അതായത് 2 കുഴലും ഒരുമിച്ച് തുറന്ന് വെച്ചാൽ 1 മിനിറ്റ് നിറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കുഴൽ 1 മിനിറ്റ് നിറയ്ക്കുന്ന ഭാഗം കൂട്ടണം, രണ്ടാമത്തെ കുഴൽ 1 മിനിറ്റ് നിറയ്ക്കുന്ന ഭാഗം. അപ്പോൾ ഒന്നാമത്തെ കുഴൽ 1 മിനിറ്റിൽ നിറയ്ക്കുന്ന ഭാഗം എത്രയാണ്? ഒന്നാമത്തെ കുഴൽ 10 രണ്ടാമത്തെ കുഴൽ 15 അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുണ്ട്. എന്താണ്? നമ്മൾ ആദ്യം 10ൻ്റെയും 15ൻ്റെയും പൊതുഗുണിതം കാണണം. അപ്പോൾ നമുക്ക് 10, 20, 30 എന്ന് 10ൻ്റെ എഴുതാം, 15ൻ്റെ നമുക്ക് 15, 30, 45 എന്ന് എഴുതാം. അപ്പോൾ രണ്ടിൻ്റെയും ചെറുതായ പൊതുഗുണിതം ഏതാണ്? 30. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1/10 നമ്മൾ 30ലേക്ക് മാറ്റാൻ എന്ത് ചെയ്തു? 10നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 30 കിട്ടിയത്. അപ്പോൾ നമ്മൾ 1നെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പം 3/30 കിട്ടിയതാണ് ഇവിടെ ഉള്ളത്. ഇനി അത് 1/15 നമുക്ക് 30 ഛേദമാക്കി മാറ്റണം. 15നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ ആണ് നമുക്ക് 30 കിട്ടിയത്. അപ്പോൾ നമ്മൾ 1നെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 2/30 കിട്ടി അല്ലേ. അത് 3/30 കൂട്ടണം, 2/30 ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5/30 കിട്ടി. 5/30 എന്ന് പറയുമ്പോൾ അതിനെ നമ്മളൊന്ന് ചെറുതാക്കിയപ്പോൾ നമുക്ക് 1/6 ഭാഗം എന്ന് കിട്ടി. ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 2 കുഴലുകളും തുറന്ന് വെച്ചാണ്. 2 കുഴൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുഴൽ എന്താണ്? 10 രണ്ടാമത്തെ കുഴൽ 15 അത് രണ്ടും നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് 10നെയും 15നെയും നമ്മൾ അതിൻ്റെ ഏറ്റവും ചെറിയ പൊതുഗുണിതമായ 30 കണ്ടെത്തി, അതായത് ഒരേപോലെയുള്ള ഛേദമാക്കി 30നെ നമ്മൾ 10ലേക്കൊക്കെ 3 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 2 ഓക്കെ. 3 + 2 5/30. ഇനി ഈ 5/30നെ നമ്മൾ ലഘൂകരിക്കാൻ എന്താ ചെയ്തത്? 5ലും 30ലും പൊതുവായിട്ട് പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. 5ലും 30ലും പൊതുവായിട്ട് പോകുന്നത് 5 തന്നെയാണല്ലേ. അപ്പോൾ 5 എത്ര പ്രാവശ്യം? 1. 30ൽ 5 എത്ര പ്രാവശ്യം? 6. അപ്പോൾ 1/6. ഓക്കെ. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. 2 കുഴലുകളും തുറന്ന് വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. 2 കുഴലുകളും തുറന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ 1/6 മിനിറ്റാണ്. അതായത് 6ൽ 1 ഭാഗം. 1 മിനിറ്റിൽ എത്രയാണ്? 6ൽ 1 ഭാഗമാണ് നിറയുക. അത് നമ്മൾ നേരത്തെ കണ്ടെത്തിയല്ലേ. 1 മിനിറ്റിൽ 6ൽ 1 ഭാഗം നിറയും. 1 മിനിറ്റിൽ 6 ഭാഗിക്കാമെന്ന് വിചാരിക്കുക. 1 മിനിറ്റിൽ 6ൽ 1 ഭാഗം നിൽക്കും. രണ്ടാമത്തെ മിനിറ്റിൽ 6ൽ 2, മൂന്നാമത്തെ മിനിറ്റിൽ 6ൽ 3, നാലാമത്തെ മിനിറ്റിൽ 6ൽ 4, അഞ്ചാമത്തെ മിനിറ്റിൽ 6ൽ 5, ഇനി 6ാമത്തെ മിനിറ്റിൽ 6ൽ 6. 6ൽ 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാങ്ക് നിറയാനുള്ള. അപ്പോൾ നമുക്ക് എന്താ എഴുതുക? 6 മിനിറ്റ്. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? പേജ് നമ്പർ 57 ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് പേജ് നമ്പർ 57 പ്രോബ്ലമാണ്. ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും എളുപ്പമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ ഭിന്നസംഖ്യയോടും കൂട്ടിയാൽ 1 കിട്ടുന്ന ഭിന്നസംഖ്യ മനക്കണക്കാക്കി പറയാമോ? അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആദ്യത്തെ കണക്ക് തന്നെ നമുക്ക് എടുക്കാം. 2/7. അപ്പോൾ ഈ 1 എന്ന് പറയുമ്പോൾ എന്താണ്? 1 എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 1/1 ദാറ്റ് ഈസ് അത് 1ന് സമമാണ്. 2/2 അതെന്താണ്? 1. 2ൽ 2 ഒരു പ്രാവശ്യമേ പോവുള്ളൂ അല്ലേ. 2ൽ 2 1. ഇനി 3/3 അപ്പോൾ 1. അതായത് അംശവും ഛേദവും ഒരേ സംഖ്യയായി വരുമ്പോഴാണ് അതിനെ നമ്മൾ 1 എന്ന് പറയുന്നത് അല്ലേ. 4/4 അതും 1. 5/5 അതും 1. 6/6 അതും 1. ഇനി ഇവിടെ നോക്കി 7/7 അതും 1. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, 2/7. 2/7 7/7 ആവണമെങ്കിൽ അതിനോട് എന്തുകൂടി കൂട്ടണം? ഒരു 5/7 കൂടി കൂട്ടണം അല്ലേ. എന്നാലേ 7/7 ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2/7നോട് 5/7 കൂട്ടിയാൽ മാത്രമേ നമുക്ക് 7/7 ആവുകയുള്ളൂ. അതാണ് 1ന് സമം. അപ്പോൾ നമ്മൾ 2/7ൻ്റെ കൂടെ എന്ത് കൂട്ടണം? 5/7. അവിടെ ഇതിന് സിമ്പിളായിട്ട് ഈ 7 നിന്ന് 2 മൈനസ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഛേദത്തിൽ നിന്ന് അംശം കുറയ്ക്കുക. ഓക്കെ.
അപ്പോൾ 7/2 7 സമം 5/7. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യമായ 4/7 വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതിക്കൂടെ അല്ലേ? 7 കുറയ്ക്കണം 4/7. അപ്പോൾ 7 കുറയ്ക്കണം 4 എന്ന് പറയുന്നത് 3/7. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണല്ലേ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് 3/7 കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? 3/8 ആണ്. അപ്പോൾ 3/8 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ 8ൽ നിന്ന് 3 കുറച്ചു, എന്നിട്ട് 8 ഇവിടെ കൊടുത്തു അല്ലേ? ഛേദം കുറയ്ക്കണം അംശം ബൈ ഛേദം. അപ്പോൾ 8ൽ നിന്ന് 3 കുറച്ചാൽ 5, 5/8. അപ്പോൾ നമ്മൾ 1 കിട്ടാൻ എന്ത് കൂട്ടണം? 5/8 ആണ് കൂട്ടേണ്ടത്. ഇനി അടുത്ത 3/10. അപ്പോൾ 3/10 നമ്മൾ ആലോചിക്കുമ്പം നമ്മുടെ ഛേദം 10 അംശം 3. അപ്പോൾ 10 കുറയ്ക്കണം 3/10. 10 കുറയ്ക്കണം 3 എന്ന് പറഞ്ഞാൽ 7, 7/10. അപ്പോൾ എത്ര ആൻസർ? 7/10. അപ്പോൾ നമുക്കിതൊന്ന് മനക്കണക്കാക്കി ചെയ്താലോ? 2/7 എന്ന് പറയുമ്പം 5/7. 4/7 എന്ന് പറയുമ്പോൾ 4 3 7. അപ്പോൾ 7/7. 3/8 എന്ന് പറയുമ്പോൾ 3 5 8. അപ്പോൾ 5/8. 3/10 എന്ന് പറയുമ്പോൾ 3 7 10. 7/10 വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലംസ് പേജ് നമ്പർ 60-ലാണുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക. അപ്പോൾ ഇത് കണക്കാക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? ആദ്യത്തെ ചോദ്യം നോക്കിയാൽ തന്നെ അറിയാം. 5/6 കൂട്ടണം 1/3 ആണ്. അപ്പോൾ രണ്ടും വ്യത്യസ്ത ഛേദങ്ങളാണ്. അപ്പോൾ നമ്മൾ പൊതുഗുണിതം കണ്ടുപിടിക്കണം, എന്നിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? 5/6 കൂട്ടണം 1/3. ഇവിടെ 6ഉം 3ഉമാണ് രണ്ട് ഛേദങ്ങൾ. അപ്പോൾ 6ൻ്റെ ഗുണിതം നമുക്കറിയാം 1 6 12. 3ൻ്റെ ഗുണിതം നമുക്കറിയാം 3 6 അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് എന്താണ്? 6 ആണല്ലേ? അപ്പോൾ നമ്മൾ 6. ഇനി നമ്മൾ 5/6 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇനി 1/3 നമ്മൾ എന്ത് ചെയ്യും? 1/3 നമ്മൾ ഛേദം 6ലേക്കാക്കാൻ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പം 1 ഗുണിക്കണം 2, 2/6 കിട്ടി. അതാണ് ഇവിടെ കാണുന്നത്. 5/6 അവിടെ ഓൾറെഡി അങ്ങനെ തന്നെയാണ്. 1/3 നമ്മൾ 6 ഛേദത്തിലേക്ക് മാറ്റിയപ്പോൾ 2/6 കിട്ടി. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് വളരെ ഈസിയാണ്. 5ഉം 2ഉം കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ 5ഉം 2ഉം കൂട്ടി, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7/6 കിട്ടി. ഇനി നമ്മൾ ഈ 7/6-നെ ഇത് എന്ത് രൂപത്തിലാണ്? ഇത് വിഷമ ഭിന്നത്തിലാണ്. നമ്മൾക്ക് അതിനെ മിശ്ര ഭിന്നത്തിലേക്കാകണം. അപ്പോൾ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 7/6 എന്ന് പറയുമ്പോൾ അതെന്താണ്? 7/6 എന്ന് പറയുമ്പോൾ 6/6 കൂട്ടണം 1/6 ആണ്. ഇവിടെ 6/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6/6 എന്ന് പറഞ്ഞാൽ 1ന് സമമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. 6/6-ന് പകരം നമുക്ക് 1 എന്ന് എഴുതാം. അപ്പോൾ 1 1/6 അതാണ് ഇവിടുത്തെ ഈ ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഛേദം വ്യത്യസ്തം തന്നെയാണ് എല്ലാ ചോദ്യത്തിലും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഛേദത്തിൻ്റെ പൊതുഗുണിതം കാണണം, എന്നിട്ട് ഒരേ ഛേദത്തിലേക്ക് മാറ്റണം, എന്നിട്ട് നമ്മൾ കൂട്ടണം, കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഛേദം ഏതാണോ തന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് 6 ആണ് ഛേദം. അപ്പോൾ നമ്മൾ 6/6 എന്ന് പറഞ്ഞാലാണല്ലോ നമുക്ക് 1 കിട്ടുക. പിന്നെ ഈ 7 6 പോയാൽ എത്ര ബാക്കി ഉണ്ടാവുക? 1, 1/6. വളരെ സിമ്പിളാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. 7/8 കൂട്ടണം 1/4. അപ്പോൾ ഇത് കുറേ നമ്മൾ പൊതുഗുണിതം കണ്ടുപിടിച്ചപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, 8ൻ്റെയും 4ൻ്റെയും പൊതുഗുണിതം ഏറ്റവും ചെറുത് വരാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും അല്ലേ? നമ്മൾ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ 8ൻ്റെയും 4ൻ്റെയും പൊതുഗുണിതം ഏതാണ്? 8 തന്നെ ആയിരിക്കും അല്ലേ? അതായത് 4 നമ്മൾ എഴുതാൻ വെച്ചാൽ എന്തായിരിക്കും? 4 8 12 16 അങ്ങനെ പോകുന്നു.
8ൻ്റെ എഴുതാന്ന് വെച്ചാൽ 8, 16. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 8ആണ്. അപ്പോൾ രണ്ടാമത്തേൻ്റെ 8ആണല്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? 7/8 കൂട്ടണം 1/4. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പൊതുഗുണിതം കണ്ടുപിടിച്ചു അല്ലേ. പൊതുഗുണിതം ഏതാണ്? 8ആണ്. ഓക്കെ, 8ആണ് പൊതുഗുണിതം. അപ്പോൾ ഇവിടെ 7/8 അതേപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്നും മാറ്റം വരുത്തേണ്ട, അത് അതേപോലെ നമ്മൾ എഴുതി. 1/4 നമുക്ക് 8ലേക്ക് മാറ്റണം. 4 എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 8 കിട്ടുക? 2 കൊണ്ട് ഗുണിച്ചാലാണ് 8 കിട്ടുക. 4 ഗുണിക്കണം 2ആണ് 8. അപ്പോൾ നമ്മൾ 1 ഗുണിക്കണം 2 എന്ന് ഇവിടെ എഴുതണം. അതായത് അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഛേദത്തെ ഏത് സംഖ്യയാണ് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 8 കിട്ടിയത്? 4നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 8 കിട്ടിയത്. അപ്പോൾ നമ്മൾ അംശത്തെയും 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെ കിട്ടിയതാണ് ഈ 2/8. ഇനി സിമ്പിളല്ലേ, 7ഉം 2ഉം കൂട്ടിയാൽ മതി. 7ഉം 2ഉം കൂട്ടിയപ്പോൾ എത്രയാണ്? 9. 9/8. ഇനി നമ്മൾ ഉത്തരം എന്താ എഴുതണം? മിശ്രഭിന്നത്തിലേക്കാക്കി മാറ്റണ്ടേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 8നെ 8 ഛേദമാണ്. അപ്പോൾ നമുക്ക് 8/8 എന്ന് 1 എഴുതാം. ബാക്കി ഇവിടെ ബാലൻസ് എത്ര ഉണ്ട്? 8, 9ൽ നിന്ന് 8 പോയാൽ പിന്നെ ബാലൻസ് ഉള്ളത് എത്രയാണ്? 1ആണ്. 1/8 അല്ലേ. അപ്പോൾ 8ൽ 8 എന്ന് പറയുന്നത് അത് 1ന് സമമാണ്. അപ്പോൾ 1, 1/8. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ സിമ്പിളായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. കൺഫ്യൂഷൻ ഒന്നുമില്ല. 8ൻ്റെയും 4ൻ്റെയും സാധാരണ പൊതുഗുണിതം ഏറ്റവും ചെറുത് നമ്മൾ എടുത്തു, അത് 8ആണ്. 7/8നെ അങ്ങനെ തന്നെ എഴുതി. 1/4നെ നമ്മൾ 8ലേക്ക് മാറ്റി എഴുതി. അപ്പോൾ 2/8 എന്ന് കിട്ടി. 7ഉം 2ഉം കൂട്ടി അപ്പോൾ നമുക്ക് 9 കിട്ടി. ഇനി നമ്മൾ വിഷമ ഭിന്നമാണ് ഇതുള്ളത്. ഇതിനെ നമ്മൾ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് 8 ഛേദമാണ്. അപ്പോൾ 8/8 എന്ന് പറയുന്നത് 1ആണ്. പിന്നെ 9ൽ 8 പോയാൽ ബാക്കി എത്ര ഉള്ള 1ആണ്. 1/8. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എത്രയാണ്? 5/6 കൂട്ടണം 1/4. ഓക്കെ, 5/6 കൂട്ടണം 1/4. ഇവിടെ നമ്മൾ നേരത്തെ ലസാഗു എന്ന് പറയാം, ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്നൊക്കെ പറയാം. ഇവിടെ 6ൻ്റെയും 4ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് ഏതാണ്? 12ആണ് അല്ലേ. 6 എന്ന് പറയുന്നത് 6, 12. 4 എന്ന് പറയുന്നത് 4, 8, 12. അപ്പോൾ ഏറ്റവും ചെറിയ ഗുണിതം ഏതാണ്? 12ആണ്. ഓക്കെ, ഇനി നമുക്ക് 5/6 എടുക്കാം. 5/6 എടുക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 5/6നെ നമ്മൾ ഛേദം 12ലേക്ക് മാറ്റണ്ടേ. അപ്പോൾ 5/6. ഓക്കെ, ഛേദം നമുക്ക് വേണ്ടത് എത്രയാണ്? 12ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനെ കൊണ്ട് ഗുണിച്ചു? 12നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ്, 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 12 കിട്ടുക? 2 ആണ്. അപ്പോൾ 6 ഗുണിക്കണം 2, 12. 5 ഗുണിക്കണം 2, 10. നമ്മുടെ ഉത്തരം എത്രയാണ്? 10/12. അതായത് 5/6നെ നമ്മൾ 12 ഛേദമാക്കി മാറ്റിയപ്പോൾ അത് 10/12 ആയി. ഇനി അടുത്തത് എന്താണ്? 1/4. 1/4നും ഇങ്ങനെ 12ലേക്ക് മാറ്റണ്ടേ. അപ്പം 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? ഇവിടെ തന്നിട്ടുണ്ടല്ലേ, 3ആണ്. അപ്പോൾ നമ്മൾ അംശമായ 1നെയും 3 കൊണ്ട് ഗുണിച്ചു, ഛേദമായ 4നെയും 3 കൊണ്ട് ഗുണിച്ചു. 1 ഗുണിക്കണം 3, 3. 4 ഗുണിക്കണം 3 എത്രയാണ്? 12. ഇപ്പോൾ 1/4നെ എങ്ങനെ 3/12 ആയി എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ആർക്കെങ്കിലും? ഇല്ലല്ലോ. കാരണം 1/4നെ നമ്മൾ ഛേദം സമമാക്കാനാണ്. ഒരേ ഛേദമാണ് നമുക്ക് വേണ്ടത്, എന്നാലേ നമുക്ക് അങ്ങോട്ട് ഒറ്റയടിക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 4നെ ഛേദം 12 വരുന്നതിലാക്കി, 6നെയും ഛേദം 12 വരുന്ന രൂപത്തിലേക്കാക്കി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ നമ്മുടെ ഛേദം 6ഉം ഇത് 2 ഇപ്പോൾ 10/12, 3/12 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 10/12 കൂട്ടണം 3/12. 10ഉം 3ഉം കൂട്ടിയാൽ എത്രയാണ്? 13ആണ്. 13/12. ഇനി നമുക്കിതിനെ മിശ്രഭിന്നമാക്കണം. എളുപ്പമാണ് അല്ലേ. 12ആണ് ഛേദം. 12, 12. 12/12. ഇനി 13ൽ 12 കുറച്ച് എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും അല്ലേ. അപ്പോൾ 1/12. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. 13/12നെ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ ഇങ്ങനെയാണ് വരിക. 12/12 + 1/12. 12/12 എന്ന് പറയുന്നത് 1ന് സമമാണ്. പിന്നെ നമുക്ക്
1/12 എന്ന് എഴുതാം. അപ്പം നമ്മുടെ ഉത്തരം എത്രയാണ്? 1/12. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ചോദ്യം 3 കഴിഞ്ഞു. ഇനി നമ്മുടെ ചോദ്യം ഏതാണുള്ളത്? ഇനി 1/2. ഇനി ചോദ്യം നമുക്ക് നാലാമത്തേതാണുള്ളത്. നാലാമത്തെ ചോദ്യം എന്താണ്? 5/8 കൂട്ടണം 3/4. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് 8ൻ്റെയും 4ൻ്റെയും ലസാഗു എത്രയാണ്? 8ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഭിന്നസംഖ്യകളെ മാറ്റി എഴുതുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 5/8 മാറ്റമില്ല. ഇനി 3/4 നമ്മൾ മാറ്റിയാൽ നമ്മുടെ ലസാഗു 8ആണ്. 8ലേക്ക് മാറ്റണമെങ്കിൽ 4നെ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട്. അപ്പോൾ 4നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 8 കിട്ടിയത്. അപ്പോൾ നമ്മൾ തീർച്ചയായും അംശത്തെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 ഗുണിക്കണം 2 6/8. ഓക്കെ, ഇനി നമ്മൾ കൂട്ടാണ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് കൂട്ടേണ്ടത്? നമ്മൾ കൂട്ടേണ്ടത് ഏതൊക്കെയാണ്? 5/8നെയും കൂട്ടണം, കൂട്ടത്തിൽ 6/8നെയും കൂട്ടണം അല്ലേ? 5/8നെയും 6/8നെയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 11/8 കിട്ടുക. ഇനി നമ്മുടെ ഇതിനെ മിശ്രഭിന്നത്തിലേക്ക് ആക്കണം. 11/8 മിശ്രഭിന്നത്തിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാക്കുക? 11/8. അപ്പോൾ അതായത് 8/8 അല്ലേ? പ്ലസ് കൂട്ടണം, 8/8 കൂട്ടണം. അപ്പോൾ ഈ 11 8 പോയി. ഇനി എത്ര ഉണ്ട് അവിടെ? ഇനി 3ആണുള്ളത്. അപ്പോൾ 8/8 കൂട്ടണം 3/8. ഇപ്പോൾ നോക്കിയാൽ 8 കൂട്ടണം 3 11/8. ഇതിനെ നമ്മൾ വേറെ രൂപത്തിൽ എഴുതി. ഈ 8/8 എന്ന് പറയുന്നത് എന്താണ്? 1ആണ് അല്ലേ? അപ്പോൾ 1 3/8. നമ്മുടെ ഉത്തരം എത്രയാണ്? 1 3/8. അതെങ്ങനെ കിട്ടി? അതായത് വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കി മാറ്റി. 11/8 നമ്മൾ മിശ്രഭിന്നമാക്കി മാറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 1 3/8. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ്. ഇതൊരു വെറൈറ്റി ചോദ്യമാണല്ലേ. 2/1/3 കൂട്ടണം 3/1/2. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയും അത് ഒന്നിച്ചാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ പേരാണ് മിശ്രഭിന്നം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് പൂർണ്ണസംഖ്യകളെയും ഭിന്നസംഖ്യകളെയും ഒന്ന് വേർതിരിച്ച് എഴുതാം അല്ലേ? ഇവിടെ പൂർണ്ണസംഖ്യ എന്ന് പറയുമ്പോൾ 2ആണ് അല്ലേ? ഇവിടെ പൂർണ്ണസംഖ്യ 3ആണ്. അപ്പോൾ 2നെയും 3നെയും നമ്മൾ ഒരു ഭാഗത്തേക്ക് എഴുതുന്നു. പിന്നെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 1/3 1/2 അതിനെ വേറൊരു ഭാഗത്തേക്ക് എഴുതുന്നു. അപ്പോൾ 2 കൂട്ടണം 3 കൂട്ടണം 1/3 കൂട്ടണം 1/2 എന്ന് എഴുതി. ഇനി നമുക്ക് 2ഉം 3നെയും കൂട്ടിയാലോ? 2ഉം 3 കൂട്ടി അപ്പോൾ നമുക്ക് 5 കിട്ടി അല്ലേ? അപ്പോൾ 5 കൂട്ടണം 1/3 കൂട്ടണം 1/2. ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ തമ്മിലൊന്ന് കൂട്ടാം. 1/3 കൂട്ടണം 1/2. ഇവിടെ 3ൻ്റെയും 2ൻ്റെയും പൊതുഗുണിതം, ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 6ആണ്. അതെങ്ങനെ കിട്ടി? 3 6 അല്ലേ? 9 2 4 6. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഇതിൽ ഏതാണ്? 6ആണ്. അപ്പം 3ൻ്റെയും 2ൻ്റെയും പൊതുഗുണിതം 6ആണ്. ഇനി നമുക്ക് 1/3 6 ഛേദമാക്കി മാറ്റണം അല്ലേ? 3നെ എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് 6 കിട്ടിയത്? 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ്. അതേപോലെ നമ്മൾ അംശത്തെയും ഗുണിക്കണം. അപ്പോൾ 1 ഗുണിക്കണം 2 2 3 ഗുണിക്കണം 2 6. ഇനി ഇതേപോലെ 1/2 നമ്മൾ മാറ്റണം. 1/2 നമ്മൾ 6 കൊണ്ട് ഗുണിക്കാൻ തുടങ്ങിയാൽ ഇവിടെ 3 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 2 ഗുണിക്കണം 3 6 1 ഗുണിക്കണം 3 3. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉത്തരം കിട്ടിയത്? നമ്മളിവിടെ കണ്ടു അല്ലേ? 2/6 അതേപോലെ തന്നെ 2/6 അതേപോലെ തന്നെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 3/6. 2/6 3/6 ആണ് നമുക്ക് കിട്ടിയതല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഈ 2ഉം 3നെയും കൂട്ടാം. അപ്പോൾ നമുക്ക് 5/6 ഉണ്ടല്ലേ? 5/6. ആദ്യം ഒരു 5നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5 5/6. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതിൽ
കൺഫ്യൂഷൻ ഒന്നുമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയും വേർതിരിച്ചെഴുതി. അപ്പോൾ 2, 3 ഒരു ഭാഗത്തേക്കും ഭിന്നസംഖ്യ വേറൊരു ഭാഗത്തേക്കും എഴുതി. 2, 3 കൂട്ടി 5 കിട്ടി. ഇനി നമ്മൾ 1/3നെയും 1/2നെയും കൂട്ടണം. അത് നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത മാതിരി 4 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 1/3നെ നമ്മൾ 2/6 ആക്കി മാറ്റി. പിന്നെ അതേപോലെ തന്നെ 1/2നെ 3/6 ആക്കി മാറ്റി. ഇനി 2/6 3/6 കൂട്ടി അപ്പോൾ 5/6 കിട്ടി. നേരത്തെ ഇവിടെയുള്ള ഒരു 5ഉം ഉണ്ട്. അപ്പോൾ 5 5/6. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഒരു വഴിക്കണക്കാണ്. ഓക്കെ, ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ പാല്. ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ പാലുണ്ട്? 1.5 ലിറ്റർ പാലും. മറ്റൊരു പാത്രത്തിൽ 2.25 ലിറ്റർ പാലുമുണ്ട്. 2 പാത്രത്തിനും കൂടി ആകെ എത്ര ലിറ്റർ പാലുണ്ട്? അപ്പോൾ ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ 1.5 ലിറ്റർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിൽ നിങ്ങൾ എഴുതും എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇവിടെ 1.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1ഉം 1/2. ഓക്കെ, ഇനി 2.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 എന്ന് പറഞ്ഞാൽ ഇത് 1 1/2. 2.25 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതും? 2.25 എന്ന് പറഞ്ഞാൽ 3/4, 4ൽ 3 ഭാഗം. ഓക്കെ, അപ്പോൾ 1 1.5 1 2.25 അത് മനസ്സിലേക്ക് വെക്കുക. നമ്മളോട് ചോദിച്ചത് എന്താണ്? 2 പാത്രത്തിലും കൂടി ആകെ എത്ര ലിറ്റർ ഉണ്ട് എന്ന്, അതായത് രണ്ടും കൂടി കൂട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വഴി എഴുതി നോക്കാം. ആദ്യ പാത്രത്തിലെ പാൽ എത്രയാണ്? 1.5 ലിറ്ററാണ്. 1 1/2 ലിറ്റർ. ഓക്കെ, അത് എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെ പാത്രത്തിലെ പാല് 2 3/4. ഇനി ആകെ പാലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ 1 1/2 കൂട്ടണം 2 3/4 നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെയും എഴുതാം. നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ എഴുതാം. നമുക്ക് എഴുതാം. 1 1/2 കൂട്ടണം 2 3/4. ഇവിടെ നമ്മൾ പൂർണ്ണസംഖ്യകളെ രണ്ടിനെയും ഒരു വശത്തേക്കാക്കി. 1 കൂട്ടണം 2, പിന്നെ 1/2 കൂട്ടണം 3/4 അല്ലേ? ഇവിടെ 1/2 കൂട്ടണം 3/4 ഉണ്ട്. ഇവിടെ നമുക്ക് 2ൻ്റെയും 4ൻ്റെയും എന്ത് കാണാം? ഏറ്റവും ചെറിയ പൊതുഗുണിതം കാണാം. 2ൻ്റെയും 4ൻ്റെയും കാണുമ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം എത്രയാണ്? 1/2 4ലേക്ക് മാറ്റണം. അതായത് 4 എങ്ങനെ കിട്ടി? 2ൻ്റെ ഗുണിതം എഴുതിയപ്പോൾ 2 4, 4ൻ്റെ ഗുണിതം എഴുതിയപ്പോൾ 4 8. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം 4ആണ്. ഇനി നമ്മൾ 4ലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ 1/2നെ ഛേദം 4ലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് 2/4 കിട്ടി. 3/4 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ 2/4 3/4 കൂട്ടിയപ്പോൾ 5/4 കിട്ടി അല്ലേ? 5/4 കിട്ടി. അപ്പോൾ 5/4 നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് 5/4 കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓൾറെഡി ഇവിടെ 1ഉം 2ഉം പൂർണ്ണസംഖ്യകൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ 3 കൂട്ടണം 5/4. ഈ 5/4 ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4/4 + 1/4 എന്ന് എഴുതാം അല്ലേ? 4/4 എന്ന് പറയുമ്പോൾ അപ്പോൾ 1 കിട്ടി. അപ്പോൾ 3 കൂട്ടണം 1 4 4 1/4 നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് വേറൊരു രീതിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു തന്ന രീതിയിൽ തന്നെ നമുക്ക് പോകാം. ഓക്കെ, ഇത് വേറൊരു രീതിയാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെ ക്ലാസ് ടീച്ചർ നിങ്ങളെ ഏത് രീതിയാണ് പഠിപ്പിച്ചതെന്ന് അറിയില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു മെത്തേഡാണുള്ളത്. നമുക്ക് ആ രീതിക്ക് തന്നെ അങ്ങോട്ട് പോകാം. അപ്പോൾ ആർക്കും കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ 1.5നെ 2.25നെയും അതായത് 1 2 ഭിന്നസംഖ്യകൾ മാറ്റി എഴുതി, പൂർണ്ണസംഖ്യകൾ മാറ്റി എഴുതി. ഇവിടെ നമ്മൾ 4 ഛേദമാക്കിയിട്ടാണ് നമ്മൾ മാറ്റിയത്. അപ്പോൾ നമുക്ക് 1 + 2 + 5/4 കിട്ടി. നമ്മൾ 5/4നെ വീണ്ടും നമ്മൾ വേർതിരിച്ചെഴുതി. അപ്പോൾ നമുക്ക് 1 + 2 + 1 കൂട്ടണം 1/, കിട്ടി. അതായത് 4 1/4 ലിറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? അതും ഒരു വഴിക്കണക്ക് തന്നെയാണ്. 1.5 മീറ്റർ നീളമുള്ള 2 ചരട് അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമായി? അപ്പോൾ 1.5 മീറ്ററുള്ള 2 ചരടുണ്ട്. അതങ്ങോട്ട് കൂട്ടിയാൽ എത്ര ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ചരടിൻ്റെ നീളം 1.5 മീറ്ററാണ്. 2 ചരടുകളുടെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 + 1.5 അല്ലേ? 1 1/2 കൂട്ടണം 1 1/2. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 1 1 കൂട്ടാം അല്ലേ? 1 1 കൂട്ടിയാൽ എന്തായി? 2 ആയി അല്ലേ?
അപ്പോൾ 2. അപ്പോൾ ഇവിടെ 1/2 കൂട്ടണം 1/2. അപ്പോൾ ഒന്നിനെയും നമ്മൾ എന്താണ് പൂർണ്ണസംഖ്യകളാണ്. അപ്പോൾ നമ്മൾ ഒന്നും മാറ്റി എഴുതി 1 കൂട്ടണം 1. ഇനി 1/2 1/2 നമുക്ക് ഒരേപോലെ അങ്ങോട്ട് എഴുതാം അല്ലേ. ഇവിടെ ഒരേ ഛേദമാണുള്ളത്. അപ്പോൾ 1 എത്രയാണ് 2. 2/2 എന്ന് പറയുന്നത് അത് 1 സമമാണ്. അപ്പോൾ ഇവിടെ 1 കൂട്ടണം 1 അല്ലേ. 3 മീറ്ററാണ് ഉത്തരം. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു 1 ഉണ്ട്. 1/2 1/2 കൂട്ടിയാൽ എത്രയാണ് 2/2. 2/2 എന്ന് പറയുന്നത് 1 സമമാണ്. അപ്പോൾ 1 2 3 കൂട്ടിയാൽ 3 സെൻറ്റിമീറ്റർ 3 മീറ്റർ. അപ്പോൾ ഉത്തരം എത്രയാണ് 3 മീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ലാസ്റ്റത്തെ ചോദ്യമാണ്. അഹിരത് 1.5 കിലോഗ്രാം പയറും 3/4 കിലോഗ്രാം ചേനയും വാങ്ങി ആകെ ഭാരം എത്രയാണ്? അപ്പോൾ 1.5 കിലോ എന്ന് പറയുമ്പോൾ 1/2. 3/4 കിലോ എന്ന് പറയുന്നത് 3/4. ഇങ്ങനെയാണ് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് വഴി നോക്കിയാലോ. വാങ്ങിയ പയറിൻ്റെ ഭാരം എത്രയാണ് 1/2 കിലോഗ്രാം. വാങ്ങിയ പയറിൻ്റെ ഭാരം 3/4. ഓക്കെ. ഇനി ഇത് രണ്ടും കൂട്ടണം. 1/2 കൂട്ടി 3/4 കൂട്ടണം അല്ലേ. അപ്പം 1/2 3/4 നമുക്ക് കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് 1/2 3/4 കൂട്ടി അല്ലേ. 1/2 3/4 നമ്മൾ കൂട്ടി. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ 1/2 കൂട്ടണം 3/4. അപ്പോൾ നമ്മൾ പൂർണ്ണസംഖ്യനെ അവിടെ മാറ്റി വെക്കുകയാണ്. ഭിന്നസംഖ്യ തമ്മിൽ കൂട്ടാണ്. 1/2 കൂട്ടണം 3/4. ഇവിടെ ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ 4ലേക്ക് മാറ്റുകയാണ്. ഏറ്റവും ചെറിയ സാധാരണ ഗുണിതം 2ൻ്റെയും 4ൻ്റെയും 4ആണ്. അപ്പോൾ നമ്മൾ 1/2 4ലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് 1/2 നമ്മൾ 4 ഛേദമാക്കി മാറ്റിയപ്പോൾ 2/4 കിട്ടി. 3/4 അതേപോലെ എഴുതി. 2ഉം 3ഉം കൂട്ടി 5/4 കിട്ടി. 5/4 എന്ന് പറയുന്നത് 1/4 അതായത് 4/4 കൂട്ടണം 1/4 അല്ലേ. അതാണ് ഈ 1/4 കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 കൂട്ടണം 1/4. അതായത് ഈ 1 എന്ന് പറയുന്നത് ആദ്യം നമുക്ക് 1.5 ആണല്ലോ. ഈ 1നെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ 1/2 3/4 ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ മാറ്റി വെച്ച 1ഉം അതേപോലെ തന്നെ 1 കൂട്ടണം 1/4. അപ്പോൾ നമുക്ക് 2/4 കിട്ടി. മനസ്സിലായല്ലോ. പേജ് നമ്പർ 61 5 കണക്കാണ്. 5 കണക്കാണ് നമുക്കുള്ളത്. പേജ് നമ്പർ 61 5 കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് കൂട്ടലാണല്ലേ, സങ്കലനം. അതിൻ്റെ പലവിധ ചോദ്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് എന്താണ് ഈ ഒരു പ്രോബ്ലംസൊക്കെ 1-2 പ്രോബ്ലംസ് ഇനി എന്താണ് കുറയ്ക്കലും ആണ്. ഈ കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കൂട്ടൽ ചെയ്ത പോലെ തന്നെയാണ്. ഛേദങ്ങൾ ഒരേ ഛേദമാക്കുക. നേരത്തെ നമ്മൾ കൂട്ടി അതിന് പകരം കുറയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? 1/2 കുറയ്ക്കണം 1/8. ഓക്കെ. ഇവിടെ 2ഉം 8ഉമാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഭിന്നസംഖ്യകൾ കുറയ്ക്കാൻ നമ്മൾ ആദ്യം ഛേദങ്ങൾ തുല്യമാക്കണം. ഇവിടെ 2ഉം 8ഉമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം 2ൻ്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 2 4 6 8. ഓക്കെ. 8ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 8 16 അങ്ങനെ പോകുന്നു അല്ലേ. 24 32 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ പൊതുഗുണിതം അഥവാ നമ്മുടെ ലസാഗു ഏതാണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് 8 8ആണ്. അപ്പോൾ നമുക്ക് 8ലേക്കാണ് നമ്മുടെ ഛേദം 8 ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കണക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഛേദം ഒരേപോലെ ആക്കണം. അതിനു വേണ്ടിയിട്ട് പൊതുഗുണിതങ്ങളിൽ നിന്ന് വെച്ചിട്ട് ഏറ്റവും ചെറിയ പൊതുഗുണിതത്തെ അഥവാ ലസാഗുവിനെ നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്കെ. ഇനി നമുക്ക് ആദ്യം 1/2 1/2 ഛേദം 8 മാറ്റണം. 1/2 ഛേദം 8 മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാം 2നെ 8 മാറ്റണമെങ്കിൽ അവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പം നമ്മൾ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു. 1 ഗുണിക്കണം 4 4, 2 ഗുണിക്കണം 4 8. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ 1/8 ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ 4/8 ചെയ്തു, കുറയ്ക്കണം 1/8. ഇനി നമ്മൾ സാധാരണ ഗുണിക്കുന്ന മാതിരി 4 കുറയ്ക്കണം 1/8. 4 കുറയ്ക്കണം 1 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ 3/8. അപ്പം നമ്മുടെ ഉത്തരം എത്രയാണ്? 3/8. ഇത്രയും സിമ്പിളാണ് ഈ ഒരു പ്രോബ്ലംസ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. 3/4 കുറയ്ക്കണം 1/8. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4നെയും 8നെയും ഒരേ ഛേദമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 4, 8, 12. 8ൻ്റെ ഗുണിതം പറയാന്ന് വെച്ചാൽ 8, 16. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം എത്രയാണ്? 8ആണ്. അപ്പോൾ നമുക്ക് 3/4 എന്താക്കണം? ഛേദം 8 മാറ്റണം. അപ്പോൾ 3/4, 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 8 ആവുക? 2 കൊണ്ട് ഗുണിച്ചാലാണ് 8 ആവുക അല്ലേ? അപ്പം നമ്മൾ 3നെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പം നമുക്ക് 6 കിട്ടി. 4നെ 2 കൊണ്ട് ഗുണിച്ചു, നമുക്ക് 8 കിട്ടി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ 3/4നെ നമ്മൾ 8 ഛേദമാക്കി, അപ്പോൾ 6/8 അപ്പോൾ 3/4 പകരം നമുക്ക് ഇവിടെ കിട്ടിയത് 6/8. ഇനി നമ്മുടെ 1/8ന് നമ്മളൊന്നും ചെയ്യേണ്ട, 8 തന്നെയാണ് ഛേദം. ഇനി നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഇനി കുറയ്ക്കാം. 6 കുറയ്ക്കണം 1, 1/8. 6 കുറയ്ക്കണം 1 എന്ന് പറയുന്നത് 5, 5/8. വളരെ സിമ്പിളാണ്. ഇനി അടുത്ത പ്രോബ്ലം എന്താണ്? 1/3 കുറയ്ക്കണം 1/5. അതും നമുക്ക് ചെയ്യാം. 1/3 കുറയ്ക്കണം 1/5. ഇവിടെ 3ഉം 5ഉം രണ്ടും വ്യത്യസ്ത ഛേദങ്ങളാണ്. നേരത്തെ നമ്മൾ ചെയ്തതിലൊക്കെ ഒന്ന് നമ്മൾ ഉദ്ദേശിച്ച ഛേദം തന്നെയായിരുന്നു. ഇതിൽ 3ഉം 5ഉമാണ്. അപ്പോൾ നമുക്ക് അത് ഏതാ നോക്കാം. ഛേദങ്ങൾ തുല്യമാക്കണം. അപ്പോൾ 3ൻ്റെയും 5ൻ്റെയും ഗുണിതങ്ങൾ നോക്കുക. 3, 6, 9, 12, 15. ഓക്കെ, 5, 10, 15. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 15ആണ്. ഏറ്റവും ചെറിയ പൊതുഗുണിതം 15ആണ്. ഓക്കെ, 15. അപ്പോൾ നമ്മളിനി 2നെയും മാറ്റണം. 1/3നെയും 15ലേക്ക് മാറ്റണം, 1/5നെയും 15ലേക്ക് മാറ്റണം. അപ്പോൾ 1/3നെ നമ്മൾ 15ലേക്ക് മാറ്റണമെങ്കിൽ അവിടെ എന്ത് ഗുണിക്കേണ്ടത് അറിയാമല്ലോ? 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 ഗുണിക്കണം 5, 5, 3 ഗുണിക്കണം 5, 15. ഇനി 1/5നെ നമുക്ക് ഛേദം 15 മാറ്റും. 1 ഗുണിക്കണം 3, 3, 5 ഗുണിക്കണം 3, 15. ഓക്കെ, ഇനി നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് അങ്ങോട്ട് കുറയ്ക്കാം. ഇവിടെ 5ആണ്. 5/15 കുറയ്ക്കണം 3/15. 5ൽ നിന്ന് 3 കുറച്ച് എത്രയാണ്? 2/15. നമ്മുടെ ഉത്തരം ശരിയല്ലേ? 2/15. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 2/5 കുറയ്ക്കണം 1/3. ഇത് വളരെ സിമ്പിളാണ്. 5ൻ്റെയും 3ൻ്റെയും എന്താണ് പൊതുവായ ഗുണിതം ഏറ്റവും ചെറുത് 15ആണ്. നമ്മൾ നേരത്തെ കണ്ടാണ്. ഇനി 2/5നെ നമുക്ക് 15 ആക്കണം. 1/3നെയും ഛേദം 15 ആക്കണം. 2/5നെ നമ്മൾ ഛേദം 5നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 15 കിട്ടി. 2നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി. അതേപോലെ 1നെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 5 കിട്ടി. 3നെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 15 കിട്ടി. ഇനി നമുക്ക് സാധാരണ ഗതിയിൽ അങ്ങോട്ട് കുറയ്ക്കാം. അതായത് 6 കുറയ്ക്കണം 5. 6 കുറയ്ക്കണം 5 എന്ന് പറഞ്ഞാൽ 1/15. ഉത്തരം എത്രയാണ്? 1/15. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം, പേജ് നമ്പർ 61 അവസാനത്തെ ചോദ്യമാണ്. 2/3 കുറയ്ക്കണം 1/5. ഇവിടെയും ഛേദങ്ങൾ തുല്യമാക്കണം. 3ൻ്റെയും 5ൻ്റെയും LCM അഥവാ ലസാഗു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പൊതുഗുണിതം. അപ്പോൾ അത് 15ആണ്. നമ്മൾ നേരത്തെ അതൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ 2/3നെ നമുക്ക് എന്താക്കണം? ഛേദം 15 ആക്കണം. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 15 ആവുക? 5 കൊണ്ട് ഗുണിച്ചാലാണ് 15 ആവുക. 2നെ 5 കൊണ്ട് ഗുണിച്ചു, അപ്പം 10/15. ഓക്കെ, ഇവിടെ കണ്ടല്ലോ. 2 ഗുണിക്കണം 5, 10, 3 ഗുണിക്കണം 5, 15. ഇനി നമുക്ക് അടുത്തത് 1/5 ആണ്. 1/5നെ നമ്മൾ ഛേദം 15 ആക്കണം. അപ്പോൾ 5നെ 3 കൊണ്ട് ഗുണിച്ചു 15, 1നെ 3 കൊണ്ട് ഗുണിച്ചു 3/15. ഓക്കെ, രണ്ടും സെറ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ കുറയ്ക്കുന്ന മാതിരി അങ്ങോട്ട് കുറയ്ക്കുക. ഇനി 10/15 കുറയ്ക്കണം 3/15. അപ്പോൾ 10/15 10ൽ നിന്നും 3 കുറയ്ക്കുക അല്ലേ? 10ൽ നിന്നും 3 കുറച്ചാൽ എത്രയാണ്? 7. ഉത്തരം എത്രയാണ്? 7/15. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് പേജ് നമ്പർ
61-ലെ 5 പ്രോബ്ലംസാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. നമുക്ക് മൊത്തത്തിൽ 6 കണക്കാണ് ഇതിലുള്ളത്. പേജ് നമ്പർ 64-ലെ 6 കണക്കാണ് ഉള്ളത്. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള കണക്കുകൾ നമുക്ക് ഇതിലുണ്ട്. ആദ്യത്തൊക്കെ 2-3 എണ്ണം വളരെ സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലംസാണ് നമുക്ക് വരുന്നത്. 5ഉം 6ഒക്കെ കുറച്ചധികം കാൽക്കുലേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം. നതാഷ ഒരു വട്ടം വരച്ച് അതിൻ്റെ 12-ൽ 5 ഭാഗത്തിന് നിറം കൊടുത്തു. ഇനി എത്ര ഭാഗം കൂടി നിറം കൊടുക്കാനുണ്ട്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പം നതാഷക ഒരു വട്ടം വരച്ചിട്ടുണ്ട്. അതിന് 12 ഭാഗമുണ്ട്. അപ്പോൾ 12 ഭാഗത്തിൽ 5 എണ്ണത്തിന് 12 ഭാഗമുണ്ട്. അതിൽ 5 എണ്ണത്തിന് കൊടുത്തു. ബാക്കി എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 5 ഭാഗത്തിന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇതൊരു 5ആണ്, ഇത് മൊത്തത്തിൽ 12ആണ്. അപ്പോൾ ബാക്കി എത്ര ഭാഗം എന്നുള്ള വളരെ സിമ്പിളാണല്ലേ. നമുക്ക് 12-ൽ നിന്ന് 5 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. വൃത്തത്തിന് നിറം കൊടുത്ത ഭാഗം എത്രയാണ്? 12-ൽ 5ആണ് അല്ലേ. നിറം കൊടുത്ത ഭാഗം 12-ൽ 5ആണ്. 5/12ആണ്. ഇനി നിറം കൊടുക്കാനുള്ള ഭാഗം അത് മൊത്തത്തിലുള്ളതെന്ന് നമ്മൾ 5/12 കുറയ്ക്കണം. അതായത് 1-ൽ നിന്ന് 5/12 കുറയ്ക്കണം. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആണല്ലോ ഇവിടെ ഛേദം. 12/12 എന്നാണ് 1 എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ 1 കുറയ്ക്കണം 5/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12/12 നിന്നും 5/12 കുറയ്ക്കുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 12/12 നിന്നും 5/12 കുറയ്ക്കുക. അപ്പം 12-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 7ആണ്. അപ്പം ഇനി എത്ര ഭാഗത്തിന് നിറം കൊടുക്കണം? 12-ൽ 7 ഭാഗത്തിന് നിറം കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടി. അതിൽ 10 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. അതിൽ 3.25 ലിറ്റർ വെള്ളമുണ്ട്. തൊട്ടി നിറയാൻ ഇനി എത്ര വെള്ളം ഒഴിക്കണം? അപ്പോൾ 10 ലിറ്ററാണ് തൊട്ടിയുള്ളത് അല്ലേ. 10 ലിറ്ററാണ് തൊട്ടിയുള്ളത്. അതിൽ 3.25 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ ഉണ്ട്. 3.25 ലിറ്റർ വെള്ളം ഉണ്ട്. ഇനി ഇത് നിറയണം അല്ലേ. നിറയാൻ എന്താ ചെയ്യുക? 10-ൽ നിന്ന് 3.25 കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വിശദമായിട്ട് ചെയ്തു. തൊട്ടിയുടെ ആകെ ശേഷി 10 ലിറ്ററാണ്. തൊട്ടിയിലുള്ള വെള്ളം 3.25 ലിറ്റർ. ഇനി തൊട്ടി നിറയാൻ വേണ്ട വെള്ളം എത്രയാണ്? 10-ൽ നിന്ന് 3.25 ലിറ്റർ കുറയ്ക്കണം. 10 കുറയ്ക്കണം 3.25. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പൂർണ്ണസംഖ്യകളെ ഒരു ഭാഗത്തേക്കാക്കി. പൂർണ്ണസംഖ്യകളെ നമ്മൾ ഒരു ഭാഗത്തേക്കാക്കി. 10-നെയും 3-നെയും ഒരു ഭാഗത്തേക്കാക്കി അല്ലേ. 10-ൽ നിന്ന് 10 കുറയ്ക്കണം 3 കുറയ്ക്കണം 3/4. 10 കുറയ്ക്കണം 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 7ആണ്. 7 കുറയ്ക്കണം 3/4. ഓക്കെ, 7-ൽ നിന്ന് 3/4 കുറച്ചാൽ എത്രയാണ്? 7-ൽ നിന്ന് 3/4 കുറച്ചാൽ എത്രയാണ്? 6.25 അല്ലേ. 6.25 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 എന്ന് പറയുന്നത് എന്താണ്? 3/4ഉം 1/4 ഭാഗവും കൂടിയിട്ടാണ് ഒന്നുണ്ടാവുക അല്ലേ. നമുക്കറിയാമല്ലോ. അരയും കൂടിയിട്ടാണ് 1. 1/2 1/2 1. ഓക്കെ, അപ്പം തന്നെ 7-ൽ നിന്ന് 3/4 കുറച്ചാൽ എത്രയാണ് ഉണ്ടാവുക? 6 1/4. 1.25 മീറ്റർ നീളമുള്ള ചരടിൽ നിന്ന് 1/2 മീറ്റർ മുറിച്ചു മാറ്റിയ മിച്ചമുള്ള ചരടിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ 1.25 മീറ്റർ നീളമുള്ള ചരട്. ഓക്കെ, 1.25 എന്ന് പറയുമ്പോൾ 1/3/4. അതിൽ നിന്ന് 1/2 മീറ്റർ എന്ന് പറയുമ്പോൾ 1/2 മീറ്റർ മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചരടിൻ്റെ നീളം എത്രയാണ്? 1.25 മീറ്ററാണ്. 1.25 മീറ്ററാണ്. മുറിച്ചെടുത്ത ചരടിൻ്റെ നീളം എത്രയാണ്? 1/2 മീറ്ററാണ്. അപ്പം ബാക്കിയുള്ള ചരട് എന്ന് പറഞ്ഞാൽ 1/3/4 കുറയ്ക്കണം 1/2 അല്ലേ. 1/3/4-ന് 1/2 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 1
പ്ലസ് 3/4 മൈനസ് 1/2. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 3-2, അതായത് ഇത് രണ്ടും ഒരേ ഛേദമാണ്. അപ്പോൾ നമുക്ക് 3-2 കുറച്ചാൽ 1 കിട്ടി. അപ്പോൾ 1/4, അതായത് 1.25 മീറ്റർ. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം ചരടിൻ്റെ നീളം തന്നിട്ടുണ്ട്. മുറിച്ചരട്ട ചരടിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1/2 മീറ്ററാണ്. അപ്പോൾ ബാക്കിയുള്ള ചരടിൻ്റെ നീളം കാണാൻ 1.25 നിന്നും നമ്മൾ 1/2 കുറയ്ക്കണം. അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കാൻ 3/4 നിന്ന് 1/2 കുറച്ചു. നമ്മൾ ഇവിടെ ഛേദം ഒരുപോലെയല്ല, അപ്പോൾ നമ്മൾ ഛേദം ഒരുപോലെ ആക്കി, എന്നിട്ട് 3 നിന്ന് 2 കുറച്ചു. അപ്പോൾ നമുക്ക് 1/4 കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഒരു പഞ്ചായത്തിലെ റോഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 14.25 കിലോമീറ്റർ റോഡ് പുതുതായി നിർമ്മിച്ചു. ഈ വർഷം 16.25 മീറ്ററും. ഈ വർഷം എത്ര കിലോമീറ്റർ റോഡ് കൂടുതൽ നിർമ്മിച്ചു? അപ്പം കഴിഞ്ഞ വർഷം 14.25 ഈ വർഷം 16.14 ആണ്. അപ്പോൾ എത്ര റോഡ് കൂടുതൽ നിർമ്മിച്ചു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എന്താണ്? കുറയ്ക്കലാണ്. നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ വർഷം നിർമ്മിച്ച റോഡ് എത്രയാണ്? 16.14. കഴിഞ്ഞ വർഷം നിർമ്മിച്ച റോഡിൻ്റെ നീളം എത്രയാണ്? 14.34 കിലോമീറ്റർ. അപ്പോൾ കൂടുതലായിട്ട് നിർമ്മിച്ച റോഡിൻ്റെ അളവ് എത്രയാണ്? 16.14 കുറയ്ക്കണം 14.14, 14.34. അപ്പോൾ നമുക്കിവിടെ 16.14 നിന്ന് 14.25 കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ 16.25 നമ്മൾ എന്താക്കി? ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ വേർതിരിച്ച് എഴുതി. അതായത് 15 കൂട്ടണം 1/4 എന്ന് എഴുതി. അത് 15 കൂട്ടണം 1/4 എന്ന് എഴുതിയതും 16.14 എന്ന് എഴുതിയതും സമമാണ് അല്ലേ? 15 കൂട്ടണം 1, 16, 1/4. അപ്പോൾ നമ്മുടെ ക്രിയ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്താണ്. അപ്പോൾ നമ്മൾ 16.14 എന്താക്കി എഴുതി? 15 കൂട്ടണം 1/4 എന്ന് എഴുതി. കുറയ്ക്കണം 14 + 3/4. ഇനി നമ്മൾ പൂർണ്ണസംഖ്യകളെയൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചു. 15നെയും 14നെയും നമ്മൾ ഇങ്ങോട്ട് എഴുതി. 15 കുറയ്ക്കണം 14 കൂട്ടണം 1/4. ഇനി ഭിന്നസംഖ്യകൾ നമ്മൾ മറുഭാഗത്തേക്ക് വെക്കുകയാണ്. 1/4 കുറയ്ക്കണം 3/4. ഇനി അടുത്ത ക്രിയ എന്ന് പറഞ്ഞിട്ട് 15 നിന്ന് 14 കുറച്ചു. അപ്പോൾ നമുക്ക് 1 കിട്ടി അല്ലേ? 1 കിട്ടി. 1/4 നിന്ന് 3/4 കുറച്ചു. അപ്പോൾ എത്ര കിട്ടുക? 1/2. അതായത് 1/4 നിന്ന് 3/4 കുറച്ചാൽ എത്ര കിട്ടുക? നമുക്ക് അരഭാഗമല്ലേ കിട്ടുക. അതാണ് 1/2. അത് രണ്ടും കൂടി കൂട്ടി എഴുതി 1/2 കിലോമീറ്റർ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ആശാദേവി 20 മീറ്റർ ചരട് വാങ്ങി. ഇതിൽ നിന്ന് ആദ്യം 5 3/4 മീറ്ററും പിന്നീട് 6 1/2 മീറ്ററും മുറിച്ചെടുത്തു. ഇനി എത്ര മീറ്റർ ചരട് ബാക്കിയുണ്ട്? അപ്പോൾ ചോദ്യം നല്ലോണം ശ്രദ്ധിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2-3 ക്രിയകളുണ്ട്. എന്തൊക്കെയാണ്? ആശാദേവ് ആദ്യം 20 മീറ്റർ വാങ്ങിയിട്ടുണ്ട് ചരട്. അതിൽ നിന്ന് ആദ്യം എത്ര മുറിച്ചു മാറ്റി? 5 1/4 മുറിച്ചു മാറ്റി. പിന്നെ എത്ര മുറിച്ചു മാറ്റി? 6 1/2 മീറ്റർ മുറിച്ചു മാറ്റി. ഇനി 20ൽ എത്ര ബാക്കിയുണ്ട് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ 2 പ്രാവശ്യം കുറയ്ക്കുന്നതിന് പകരം ആദ്യം 20ൽ നിന്ന് 5 1/4 കുറയ്ക്കുക, പിന്നെ 6 1/2 കുറയ്ക്കുക. ഇങ്ങനെ 2 പ്രാവശ്യം കുറയ്ക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും കൂട്ടാം അല്ലേ? എത്ര ചരടാണ് നമ്മൾ മുറിച്ചു മാറ്റിയതെന്ന് നമുക്ക് ആദ്യം കണക്കാക്കാം. അതായത് 5 1/4നെയും 6 1/2നെയും കൂട്ടാം. എന്നിട്ട് നമുക്കൊരു സംഖ്യ കിട്ടില്ല. അത് നമുക്ക് 20ൽ നിന്ന് കുറച്ചാൽ മതി. നമുക്ക് അങ്ങനെ ചെയ്യാം. ആകെ ചരട് എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്ററാണ്. ആകെ ചരട് എന്ന് പറയുന്നത് ഇവിടെ 20 മീറ്ററാണ്. ആദ്യം മുറിച്ചെടുത്ത ചരട് 5 3/4 മീറ്ററാണ്. രണ്ടാമത് മുറിച്ചെടുത്തത് 6 1/2 മീറ്ററാണ്. അപ്പോൾ എത്ര ആണ് ആകെ മുറിച്ചെടുത്തത്? 5 3/4 കൂട്ടണം 6 1/2. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. 5 3/4 6 നമുക്ക് കൂട്ടാം.
അപ്പോൾ ആദ്യം ഇതിന് ചെയ്യേണ്ടത് എന്താണ്? പൂർണ്ണസംഖ്യകളെ ഒരു ഭാഗത്തേക്ക് വെക്കുക, പിന്നീട് ഭിന്നസംഖ്യകളെ കൂട്ടുക. ആദ്യം നമുക്ക് പൂർണ്ണസംഖ്യകൾ കൂട്ടിയിട്ട് പിന്നെ നമുക്ക് ഭിന്നസംഖ്യകളെ കൂട്ടാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 5ഉം 6ഉം കൂട്ടി, അപ്പോൾ നമുക്ക് 11 കിട്ടി. പിന്നെ നമ്മൾ 3/4നെയും 1/2നെയും കൂട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാമല്ലോ ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഛേദം ഒരേപോലെ ആക്കണം. അപ്പോൾ നമുക്ക് 4ൻ്റെയും 2ൻ്റെയും പൊതുഗുണിതമായിട്ട് കിട്ടിയിരിക്കുന്നത് 4ആണ്. അപ്പോൾ 3/4നെ നമ്മൾ അതേപോലെ തന്നെ എഴുതി, അതിന് മാറ്റമൊന്നുമില്ല, കാരണം 4ആണ് ഛേദം. 1/2നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചിട്ട് 2/4 മാറ്റി. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ഉണ്ട്? 11 ഉണ്ട്. 3/4 കൂട്ടണം 2/4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 5/4. 11 5/4 എന്ന് പറയുന്നത് എത്രയാണ്? 5/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. 5/4നെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 5/4 എന്ന് പറഞ്ഞാൽ 5/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/4 കൂട്ടണം 1/4 അല്ലേ? 1/4. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 4/4 കൂട്ടണം 1/4 അല്ലേ? ഈ 4/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന് സമമാണ്. അപ്പോൾ 1 കൂട്ടണം 1/4. ഓക്കെ, അപ്പോൾ നമുക്ക് 11ൻ്റെ കൂടെ ഇനി എന്ത് കൂട്ടണം? 11 കൂട്ടണം 1 1/4. അതാണ് ഇവിടെ കിടക്കുന്ന 12.4. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് 12.4 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇതിനെ കൂട്ടിയതാണ്. 11ഉം 3/4ഉം 2/4ഉം കൂട്ടി. 3/4 കൂട്ടി 3 2 5 5/4 അത് 1 1/4. അപ്പോൾ നമ്മൾ 11ഉം 1 1/4 കൂട്ടി, അതാണ് 12 1/4. ഇനി നമുക്ക് തീർന്നിട്ടില്ല. ഈ 20ൽ നിന്ന് 12 1/4 കുറയ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണസംഖ്യകളെയൊക്കെ ഒരു ഭാഗത്തേക്കാക്കുക. 20 കുറയ്ക്കണം 12 അല്ലേ? 20 കുറയ്ക്കണം 12. പിന്നെ ആകെയുള്ളത് 1/4ആണ്. അതിന് ഒന്നും കുറയ്ക്കാനൊന്നുമില്ല. 20ൽ നിന്നാണ് നമ്മൾ 12 1/4 കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 20 1/4 എന്ന് പറയുമ്പം അവിടെ എന്താണ്? 1/4 കുറച്ചാൽ 3/4 വരിക. അപ്പോൾ നമ്മൾ 20ൽ നിന്ന് 11 കുറച്ചു. അതായത് 1ൽ നിന്ന് നമ്മൾ 1/4 കുറയ്ക്കണം. അപ്പോഴാണ് 3/4 കിട്ടുക. അപ്പോൾ ഇവിടെ ശേഷിക്കുന്നത് എത്രയാണ്? 7ആണ്. അപ്പോൾ 7 3/4 നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ. 20ൽ നിന്ന് 12 കുറച്ചു, അതിൽ നിന്ന് 1/4 കുറയ്ക്കണം. ഈ 1/4 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4. 1 2 3 4. അതായത് 4 1/4കൾ ചേർന്നാലാണ് എന്താവുക? 1 ആവുക അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? 20ൽ നിന്ന് 12 കുറച്ച് 8 ആവും. പക്ഷെ അവിടെ 8ൽ നിന്ന് 1/4 കുറച്ചാൽ എത്രയാണ്? 8ൽ നിന്ന് നമ്മൾ 1/4 കുറച്ചു. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? ഈ 1/4 മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 7 3/4 നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. പാൽ വിതരണ സംഘത്തിൽ രാവിലെ 75.25 ലിറ്റർ പാലും വൈകുന്നേരം 55.5 ലിറ്റർ കിട്ടി. ഇതിൽ 85.25 ലിറ്റർ പാൽ വിറ്റു. ഇനി എത്ര പാൽ വിൽക്കാനുണ്ട്? വലിയ വലിയ കണക്കുകളാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ട് പേടിക്കണ്ട. നമ്മൾ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 75 1/4 ലിറ്ററും 55 1/2 ലിറ്ററും കൂട്ടണം. എത്ര പാൽ കിട്ടിയെന്നുള്ളത്. പിന്നെ വിറ്റ പാലിൽ നിന്ന് ഈ കൂട്ടിയ പാല് നമ്മൾ കുറച്ചാൽ നമുക്ക് ബാക്കിയുള്ള പാല് കിട്ടും. ഓക്കെ, നമുക്ക് രാവിലെ കിട്ടിയ പാൽ എത്രയാണ്? 75 1/4 ലിറ്റർ. വൈകുന്നേരം കിട്ടിയ പാലോ? 55 1/2 ലിറ്റർ.
ആകെ കിട്ടിയ പാല് നമ്മൾ കണക്കാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 75 1/4നെയും 55 1/2നെയും തമ്മിൽ കൂട്ടുക. അത് കൂട്ടാന്ന് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പൂർണ്ണസംഖ്യകളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് 75 ഉണ്ട് 55 ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതി 75 കൂട്ടണം 55 എന്ന് എഴുതി. പിന്നെ നമ്മളിവിടെയുള്ള ഭിന്നസംഖ്യകൾ ഏതൊക്കെയാണ്? 1/4 1/2. അപ്പം കൂട്ടണം 1/4 കൂട്ടണം 1/2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം ക്രിയകൾ ഇതിലുണ്ട്. നമുക്ക് ഛേദം വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഛേദത്തിനെ നമ്മൾ ഒരേ ഛേദാക്കണം. അവിടെ ഇവിടെ പൊതുഗുണിതം കണ്ടു, ഏറ്റവും ചെറിയ പൊതുഗുണിതം നമ്മൾ എടുത്തു. അതേതാണ്? 2ൻ്റെയും 4ൻ്റെയും ഏതാണ്? 4 അല്ലേ? 2ൻ്റെ ഗുണിതം ഏതാ? 2 4 6 8. 4ൻ്റെ ഗുണിതം ഏതാ? 4 8 12. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? 4. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമ്മുടെ 75ഉം 55 കൂട്ടി വെക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 130. ഇനി നമുക്ക് ഇത് രണ്ടാണ് കൂട്ടേണ്ടത്. 1/4 കൂട്ടണം 1/2. അതിന് നമ്മൾ ഛേദം ഒരേപോലെ ആക്കി 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 1/4 അതേപോലെ തന്നെ എഴുതാം. 1/2നെ നമ്മൾ ഛേദം 4 ആക്കിയപ്പോൾ 2/4 മാറി. അത് പ്രത്യേകിച്ച് ചെയ്ത് തരേണ്ടല്ല, നമ്മൾ ഒരുപാട് ചെയ്താണ് ആ ക്രിയ. അപ്പോൾ 2/4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്കിവിടെ എത്ര ലിറ്റർ പാലുണ്ട്? 130 പ്ലസ് 1 2 3. 130 പ്ലസ് 3/4 പാലുണ്ട് അല്ലേ? 130 3/4, അതായത് 130 3/4 ലിറ്റർ. 130 ലിറ്ററും 3/4 ലിറ്ററും പാലുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിറ്റ പാല് ഉണ്ട് എത്ര, ഇനി മിച്ചമുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ വിറ്റ പാൽ എത്രയാണ്? 85 3/4 ലിറ്ററാണ്. വിറ്റ പാൽ എത്രയാണ്? 85 3/4 ലിറ്ററാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വിറ്റ പാല്, മിച്ചമുള്ള പാലിൽ നിന്ന് വിറ്റ പാല് കുറയ്ക്കണം അല്ലേ? മിച്ചമുള്ള പാൽ എന്ന് പറയുന്നത് 130 3/4. 130 3/4 കുറയ്ക്കണം 85 3/4. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പൂർണ്ണസംഖ്യകളെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. 130 കുറയ്ക്കണം 85 കൂട്ടണം 3/4 കുറയ്ക്കണം 3/4. ഓക്കെ, ഇനി 130 85 കുറച്ചപ്പോൾ 45. 3/4 നിന്ന് 3/4 കുറച്ചാൽ എന്താണ്? 0 അല്ലേ? അപ്പോൾ ഇനി എന്താ ഉള്ളത്? 45 കൂട്ടണം 0. അപ്പോൾ 45 ലിറ്റർ. അപ്പോൾ ഉത്തരം എത്രയാണ്? 45 ലിറ്റർ പാല് മിച്ചമുണ്ട്. അപ്പോൾ വളരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വലിയ സംഖ്യകൾ തരാൻ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 1/2 3/4 ഒക്കെ തരുകയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് കണക്ക് കൂട്ടാൻ എളുപ്പമുള്ള സംഖ്യകളെ തരുള്ളൂ. അപ്പം വലിയ ചോദ്യങ്ങളൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട. ഓക്കെ, നമുക്ക് ഒരുപാട് ക്രിയകളുള്ള ഒരു പ്രോബ്ലംസ് ആയിരുന്നു ഇതിലുള്ളത്. പേജ് നമ്പർ 64. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. കാരണം ഇതിലൊക്കെ വരുന്ന എന്താ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുറയ്ക്കാൻ ഈ ഛേദം ഒരുപോലെ ആക്കുന്ന സംഭവം എല്ലാത്തിനും വരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ 1/4 1/2 വന്നു. അപ്പോൾ നമ്മൾ ഛേദം ഒരുപോലെ ആക്കി 4ലേക്ക് മാറ്റി. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൂടിയൊക്കെ കണക്കിലെടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ശരിയായ ഉത്തരം ലഭിക്കുള്ളൂ. ഏതെങ്കിലും ഒരു ചെറിയൊരു കാൽക്കുലേഷന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പം കണക്കിൽ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ആദ്യം മുതലേ നമ്മൾ 2 പ്രാവശ്യം നോക്കണം, ഡബിൾ ചെക്ക് ചെയ്യണം. ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ 75 55 കൂട്ടി, അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കൂട്ടി 130 കിട്ടി. എന്നാലും ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, 2 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇവിടെ നമുക്ക് ഈ ആദ്യത്തെ കാൽക്കുലേഷനിൽ തന്നെ നമുക്ക് തെറ്റിപ്പോയാൽ പിന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ മുഴുവൻ സംഭവം തെറ്റിപ്പോയി, ഉത്തരം മുഴുവൻ തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ, കണക്ക് കൂട്ടുമ്പോൾ 2 പ്രാവശ്യം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് ഉറപ്പിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഈ പാഠഭാഗത്തിലുള്ളത്, വലുതും ചെറുതും. അതിംസാണ് 6 പ്രോബ്ലം ഉണ്ട്.
വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് ഇതിലുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ചതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ചെറുതും വലുതും കണക്കാക്കാനാണ്. നമ്മൾ പൂർണ്ണസംഖ്യകളിൽ നമുക്കറിയാമല്ലോ ചെറുതേതാ വലുതേതാന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ഭിന്നസംഖ്യകളിലും വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചിഹ്നം അറിയാമല്ലോ എല്ലാവർക്കും. വലുതിൻ്റെ ചിഹ്നവും ചെറുതിൻ്റെ ചിഹ്നവും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പൂർണ്ണസംഖ്യകൾ നമുക്കിപ്പോൾ 1, 2 ഇനിയിപ്പോൾ നമുക്ക് ലക്ഷം തന്നാലും നമുക്ക് ചെറുതേത് വലുതേത് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ ഭിന്നസംഖ്യകൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ 6 ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ ചോദ്യം 2/5 3/5. ഇവിടെ ഛേദങ്ങൾ നോക്കൂ. ഛേദങ്ങൾ എന്താണ് തുല്യമാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഛേദം നോക്കൂ. ഇവിടുത്തെ ഛേദങ്ങൾ വ്യത്യസ്തമാണ്, എന്നാൽ അംശം ഒരുപോലെയാണ്. ഇവിടെ ഛേദവും അംശവും എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ പല കേസുകളും വരുന്നുണ്ട്, പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യവും വിശദമായിട്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം 2/5 3/5. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വിശദമായിട്ട് ഇതൊന്ന് പരിചയപ്പെടാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോവാം. ഇപ്പോൾ 2/5 3/5 എന്നീ ഭിന്നസംഖ്യകളിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത്? ഇവിടെ നമ്മൾ 2 ഭിന്നസംഖ്യകളുടെയും താഴെയുള്ള സംഖ്യ അഥവാ ഛേദം എന്താണ്? 5 ആണ് അല്ലേ? 2/5ൻ്റെയും 3/5ൻ്റെയും ഛേദം എന്താണ്? 5 ആണ്. ഇവിടെ നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാം. ഇപ്പം 2/5 എന്ന് പറയുമ്പോൾ എന്താണ്? 5/2 അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുക. 5/2 ഭാഗം. അപ്പോൾ അതായത് 5 കഷ്ണങ്ങളിൽ നിന്ന് 2 കഷ്ണം അല്ലേ? അതേപോലെ തന്നെ 5/3 എന്ന് പറയുമ്പം എന്താണ്? 5/3. ഇപ്പോൾ നമ്മുടെ ഒരു കേക്കാണെന്ന് വിചാരിക്കുക. ഒരു കേക്ക് എടുത്തു. ഈ കേക്ക് 5 കഷ്ണമാക്കി മാറ്റി. 5 കഷ്ണമാക്കി നമ്മൾ മാറ്റി. 1 2 3 4 5 കഷ്ണമായി. ഇതിൽ 2 കഷ്ണം ആണ് ആദ്യത്തേത് പറഞ്ഞത്. 5/2 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ. ഇനി 5/3 എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമായി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതിൽ 2 കഷ്ണമാണോ അല്ലെങ്കിൽ 3 കഷ്ണമാണോ വലുത്? തീർച്ചയായും 3 കഷ്ണമാണ് വലുത് അല്ലേ? അതേപോലെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ പറയുകയാണെങ്കിൽ 2 ഭിന്നസംഖ്യകളുടെ ഛേദം 2 ഭിന്നസംഖ്യകളുടെ ഛേദം തുല്യമാണെങ്കിൽ ഏത് ഭിന്നസംഖ്യയുടെ അംശമാണോ മുകളിലുള്ള, അതായത് അംശം അറിയാലോ വലുത്, ആ ഭിന്നസംഖ്യ ആയിരിക്കും വലുത്. ഇവിടെ 2/5 3/5 എന്നതിൽ ഛേദം തുല്യമാണ്. അതുകൊണ്ട് അംശം നോക്കിയാൽ മതി. അംശത്തിൽ ഏതാണോ സംഖ്യ വലുത് അതാണ് വലിയ ഭിന്നസംഖ്യ. അതുകൊണ്ട് 2/5 എന്ന ഭിന്നസംഖ്യ 3/5 എന്ന ഭിന്നസംഖ്യയേക്കാൾ ചെറുതാണ്. അപ്പോൾ ചെറുതിന് നമുക്ക് ഏത് ചിഹ്നം ഉപയോഗിക്കാം? ഈ ചിഹ്നമാണ് ചെറുത് എന്നുള്ളതിന് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ 2/5 ചെറുതാണ്. അപ്പോൾ നമ്മൾ ചെറിയ സാധനം, ചെറിയ ഈ മുനമ്പാണ് ഇങ്ങോട്ടാക്കേണ്ടത്. വലുതിന് വായ ഇങ്ങനെ തുറന്ന് നിൽക്കും. അങ്ങനെ നമ്മളെല്ലാം ചെറുത് വലുത് ചിഹ്നങ്ങൾ ചിലപ്പം കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ഇപ്പോൾ ചെറുത് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറുതാണ് അല്ലേ? ഇത് നോക്കുമ്പോൾ ചെറുതാണ്, ഇത് വലിയൊരു ഇതാണ്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2/5 ചെറുതാണ് 3/5. ഇനി തിരിച്ച് നമുക്കിത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 3/5 വലുതാണ് 2/5-നേക്കാൾ. അങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ 3/5 വലുത് 2/5. ഇനി 2/5 ചെറുത് 3/5. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം 2/5 2/3 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അംശം ഒരേതാണ് അല്ലേ? ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ്? അംശം ഒരുപോലെയാണ്. അതായത് അംശം എന്താണ്? 2ൻ്റെയും 2 ആണല്ലേ? 2/5 2/3 അംശം ഒരുപോലെയാണ്. ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ 2 കേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. ആദ്യത്തെ കേക്ക് നമ്മൾ 5
തുല്യ കഷ്ണങ്ങളാക്കി. ഓക്കെ, 1 2 3 4 തുല്യമായിട്ടില്ല, 5 തുല്യ കഷ്ണം എന്ന് വിചാരിക്കുക. അതിന് നമ്മൾ 2 കഷ്ണങ്ങളെടുത്ത് ഇനി അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കേക്ക് മുറിച്ച് അത് 3 തുല്യ കഷ്ണങ്ങളാക്കി എടുത്തു. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ആദ്യത്തെ കേക്ക് 5 തുല്യ കഷ്ണങ്ങളാക്കിയെന്ന് 5 തുല്യ കഷ്ണങ്ങളാക്കിയതിൽ നിന്ന് നമ്മൾ മുറിച്ച് 2 കഷ്ണം എടുക്കുകയാണ്, അതായത് 5ൽ 2. രണ്ടാമത്തെ കേക്ക് നമ്മൾ 3 തുല്യ കഷ്ണങ്ങളാക്കി മാറ്റി നിന്ന് 2 കഷ്ണങ്ങളാണ് എടുക്കുന്നത്, അല്ലേ? 2 കഷ്ണങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കഷ്ണത്തിൻ്റെ ആയിരിക്കും വലിപ്പം കൂടുതൽ? അതായത് 3 ആയി മുറിച്ച കേക്കിൻ്റെ കഷ്ണത്തിനാണോ വലിയ പീസ് കിട്ടുക, അല്ലെങ്കിൽ 5 ആയി മുറിച്ച കേക്കിൻ്റെ കഷ്ണത്തിൽ നിന്നാണോ നമുക്ക് വലിയ പീസ് കിട്ടുക? 3 കഷ്ണമാക്കി മുറിച്ച കേക്കിൽ നിന്നാണല്ലോ നമുക്ക്, അതായത് അത് 3 ആളല്ലേ ഉള്ളൂ അത് പങ്കിട്ടെടുക്കുന്നത്. 5 ആയി മുറിച്ചത് 5 ആൾക്ക് കൊടുക്കണം, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 3 ആയി മുറിച്ച കഷ്ണത്തിനാണ് വലിപ്പം. അപ്പോൾ ഇവിടെ ഛേദങ്ങൾ 5 3 ആണ്. 3 എന്നത് 5നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് തന്നെ 2/3 എന്ന ഭിന്നസംഖ്യ 2/5 എന്നതിനേക്കാൾ വലുതാണ്. അപ്പോൾ നമുക്ക് ചിഹ്നം ഉപയോഗിച്ചിട്ട് എഴുതാം. അപ്പോൾ 2/5 കുറവാണ് 2/3. ഓക്കെ, 2/5 ചെറുതാണ് 2/3. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം 2/5 3/4 എന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഛേദങ്ങൾ തുല്യമാക്കുക എന്നതാണ്. 2/5 3/4 എന്നീ ഭിന്നസംഖ്യയുടെ ഛേദങ്ങൾ 5 4 എന്നിവയാണ്. ഇവ തുല്യമല്ല. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? ഛേദങ്ങളുടെ ലസാഗു നമ്മൾ അറിയാമല്ലോ, നമ്മൾ ചെയ്തതാണ്, ഒരുപാട് പ്രോബ്ലംസ് ചെയ്താണ്. ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ്. അപ്പോൾ അത് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം 5 എന്ന് പറയുമ്പോൾ 5ൻ്റെ ഗുണിതം 5 10 15 20 അങ്ങനെ പോകുന്നു. 4ൻ്റെത് 4 8 12 16 20. ഓക്കെ, അപ്പോൾ 20 ഇവിടെ 4ൻ്റെയും 5ൻ്റെയും ലസാഗു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭിന്നസംഖ്യകളെ ഈ 20 വെച്ചിട്ട് തുല്യഛേദമാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ 2/5 നമുക്ക് എന്താക്കണം? 20 ആക്കാൻ 5നെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ അംശമായ 2നെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 ഗുണിക്കണം 4 8, 5 ഗുണിക്കണം 4 20. അതാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ 3/4നെയും ഇതേപോലെ ചെയ്യണം. 3/4 ഛേദം 20 ആക്കാൻ എന്ത് ചെയ്യണം? ഛേദം 20 ആക്കാൻ 3/4നെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കണം, അല്ലേ? എന്നാലേ ഛേദം 20 ആക്കാൻ കഴിയൂ. അപ്പോൾ നമ്മൾ അംശമായ 3നെയും 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 15 കിട്ടി. 15/20. 3 ഗുണിക്കണം 5 15/15. 4 ഗുണിക്കണം 5 20. ഇവിടെ ഇനി നോക്കൂ നിങ്ങൾ. ഇനി ഇവിടെ 8/20ഉം ഇവിടെ 15/20. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി താരതമ്യം ചെയ്യാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് 8/20ഉം 15/20 എന്നീ ഭിന്നസംഖ്യകളാണ്. ഇവയുടെ ഛേദം തുല്യമാണ്. അപ്പം ഛേദം തുല്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അംശങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്താൽ മതി. അപ്പോൾ 8 ചെറുതാണല്ലേ? അപ്പോൾ നമ്മുടെ ആരോ ഇങ്ങനെ വരും. 8 ചെറുതാണ് 15 വലുതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8/20 എന്ന ഭിന്നസംഖ്യ 15/20 എന്നതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് 2/5 ചെറുതാണ് 3/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് കിട്ടി. ഇനി നാലാമത്തെ ചോദ്യം 3/7 2/9 ആണ്. 3/7 2/9. ഇവിടെ അംശവും തുല്യമല്ല, ഛേദവും തുല്യമല്ല. അതിനാൽ ഛേദങ്ങളുടെ ലസാഗു ഏറ്റവും ചെറിയ പൊതുഗുണിതം നമ്മൾ കാണണം. അപ്പോൾ 7ൻ്റെയും 9ൻ്റെയും ലസാഗു ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് ഏതാണ്? 63 ആണ്. അപ്പോൾ 63 ആണ്. അപ്പോൾ നമ്മൾ അത് കണ്ടെത്തണം. അപ്പോൾ നമുക്കിവിടെ 7ൻ്റെയും 9ൻ്റെയും ലസാഗു ഏതാണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതം 63 ആണ്. അപ്പോൾ 3/7 ഇതിനെ നമ്മൾ 63 കിട്ടണമെങ്കിൽ 7നെ എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ 3നെയും 9 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 3 27 27/63 എന്ന് കിട്ടി. ഇനി നമ്മൾ 2/9നെ അതേപോലെ ചെയ്യണം. 9നെ 7 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 63 കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ 2നെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 14. ഇവിടെ നമുക്ക് നോക്കൂ, 27 14 ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 27 അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 3/7 വലുതാണ് 2/9. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെഴുതാം? ഇവിടെ നമുക്ക്
എഴുതാം. 27/63 എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ ശരി? 27/63 വലുതാണ് 14/63. അതായത് 3/7 വലുതാണ് 2/9. ഓക്കെ, 3/7 വലുതാണ് 2/9. ഇനി നമുക്ക് അടുത്ത ചോദ്യം അഞ്ചാമത്തെ 2/7 3/8. ഇവിടെ അംശവും ഛേദവും ഒന്നും തുല്യമല്ല. 7ൻ്റെ 8ൻ്റെ ലസാഗു നമ്മൾ കണ്ടു, അത് 56 അപ്പോൾ നമ്മൾ 7നെ 8 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 56 കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ 2നെയും 8 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 16 കിട്ടി. ഇവിടെ 3/8 എന്നുള്ളത് 8നെ നമ്മൾ 7 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 56 കിട്ടിയത്. അപ്പോൾ ഇവിടെ 3നെ നമ്മൾ 7 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 21 കിട്ടി. ഇനി നമ്മൾ അംശങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുക, 16, 21. അപ്പോൾ നമുക്കറിയാം 16 വലുതെന്ന്. അപ്പോൾ 16 വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 2/7. അപ്പോൾ എന്താണ്? 16 ചെറുതാണ്, അപ്പോൾ 16 ചെറുതാണ് 21. അപ്പോൾ നമുക്ക് 2/7 ചെറുതാണ് 3/8 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ചോദ്യം 4/3 9/8. ഇവിടെ അംശമോ ഛേദമോ ഒന്നും തുല്യമല്ല. അപ്പോൾ 9ൻ്റെ 8ൻ്റെയും ലസാഗു കണ്ടു, അത് 72. അപ്പോൾ 4/9നെ 9നെ 8 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 72 കിട്ടിയത്. അപ്പോൾ നമ്മൾ 4നെയും 8നെ കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 32 കിട്ടി. അതേപോലെ തന്നെ 8നെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 72 കിട്ടി. 3നെ 9 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ നമുക്ക് 27 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം 32 27 എന്ന് പറയുമ്പോൾ 32 വലുത് അല്ലേ? 32 27 എന്ന് പറയുമ്പോൾ 32 വലുത്. അപ്പോൾ നമുക്ക് 4/9 വലുതാണ് 3/8 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുവടെയുള്ള ഓരോ 3 ഭിന്നസംഖ്യകളെയും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ ചിഹ്നം ഉപയോഗിച്ച് എഴുതാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ഒരുപോലെയുള്ള എന്താക്കണം, ഇതിൻ്റെയൊക്കെ ലസാഗു കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഛേദം തുല്യമാക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എടുക്കാം. ആദ്യത്തെ എന്താണ്? 2/5 3/4 3/5. അപ്പോൾ നമുക്ക് 2/5 എടുക്കാം. ഇപ്പോൾ നമ്മുടെ 2/5 പിന്നെ എന്താണ് നമ്മുടെ ചോദ്യം? 3/4 അതേപോലെ തന്നെ 3/5. ഇവിടെ നമ്മൾ 4ൻ്റെയും 5ൻ്റെയും 5 ഇങ്ങനെയാണ് നമ്മുടെ ഛേദം വരുന്നത്. അപ്പോൾ നമുക്കറിയാം 5ൻ്റെയും 4ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് 20 അത് നമ്മൾ ഒരുപാട് ചെയ്തപ്പോൾ നമുക്കിപ്പം പിടി കിട്ടിയിട്ടുണ്ടാവും. ഓരോ ലസാഗു ഏതാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വരും. അപ്പോൾ 5നെ 20 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2നെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 8/20 കിട്ടി. ഇനി അടുത്ത 3/4. അതിനെ നമ്മൾ 20 കൊണ്ട് ഛേദം 20 ആക്കണം. 4നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 20 ആകുക. അപ്പോൾ നമ്മൾ 3നെ 5 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ എന്താകുക? 15/25. 15/20. ഇനി നമുക്ക് 3/5. ഇപ്പം ഛേദം നമുക്ക് 20 ആക്കണം. ഓക്കെ, അപ്പോൾ 5നെ എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 20 കിട്ടിയത്? 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3നെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 4 12. ഇവിടെ നോക്കൂ, ഇപ്പോൾ നമ്മുടെ അംശങ്ങൾ 8 15 12 അല്ലേ? അപ്പോൾ നമ്മൾ ചെറുത് നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് എന്താണ്? 8 ആണല്ലേ? അപ്പോൾ 8ൻ്റെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/5 ചെറുതാണ്. പിന്നെ ചെറുത് എന്ന് പറയുന്നത് 12 ആണ്. 12ൻ്റെ ഭിന്നസംഖ്യ ഏതാണ്? 3/5 അപ്പോൾ നമ്മൾ 3/5 എന്ന് എഴുതി. പിന്നെ നമ്മുടെ വലുതെന്ന് പറയുന്നത് 15 ആണ്. 15ൻ്റെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 3/4 അപ്പോൾ 2/5 ചെറുതാണ്, 3/5 ചെറുതാണ്, 3/4. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 3/4 അതായത് 15/20 വരുന്ന ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഇങ്ങനെ ഇനി ഇതിൻ്റെ തിരിച്ചും വരാം. ഇങ്ങനെ സൂചിപ്പിക്കാൻ വലുതിൻ്റെ ചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? ആദ്യം നമ്മൾ എന്താ ചെയ്യാം? ആദ്യം നമ്മൾ 3/4 എഴുതുക അല്ലേ? 3/4 വലുതാണ്, പിന്നെ 3/5 വലുതാണ്, പിന്നെ 2/5 ഇങ്ങനെയാണ് നമ്മൾ വലുതിൻ്റെ ചിഹ്നം ഇടാൻ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആൻസർ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നോക്കൂ, 3/7 2/9 2/7 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 7ൻ്റെയും 9ൻ്റെയും ലസാഗു പൊതുഗുണിതം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ ഉള്ള ഈ ഒരു കണക്കിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. 63 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ 3/7 എന്ന് പറയുമ്പോൾ 63 ആണ് നമുക്ക് കിട്ടേണ്ടത്.
അപ്പോൾ 7നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 63 കിട്ടുക? 7നെ 9 കൊണ്ട് ഗുണിച്ചാലാണ് 69 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അംശത്തെയും 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 9 എത്രയാണ്? 27. അപ്പോൾ നമുക്ക് ആദ്യം 27/63 കിട്ടി. ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2/9 2/9 നമ്മൾ 63 തന്നെയാണ്. 9നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 63 കിട്ടുക? 9നെ 7 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 63 കിട്ടുക. അപ്പോൾ നമ്മൾ 2നെ എന്തുകൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14 കിട്ടി. ഇനി അടുത്ത നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2/7 7ന് നമ്മൾ 63 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2നെയും എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കണം. 2 ഗുണിക്കണം 9 18. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 27 14 18 ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 14 ആണല്ലേ. അപ്പോൾ 14 വരുന്ന ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/9 ആണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് 2/9 ആണ് ഏറ്റവും ചെറുത്. പിന്നെ ചെറുത് എന്ന് പറയും, പിന്നെ തൊട്ട വലുത് എന്ന് പറയുന്നത് 18 അപ്പോൾ 18/63 സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ 2/7 അപ്പോൾ നമ്മൾ അടുത്തത് എന്താക്കുക? 2/7 എന്ന് എഴുതാം. പിന്നെ ഏറ്റവും വലുത് 27 27നെ പ്രതിനിധീകരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 3/7 ഓക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 2/9 ഏറ്റവും വലുത് 3/7 അപ്പം നമ്മൾ ആദ്യം അതങ്ങനെ ഛേദം നമ്മൾ ഒരേപോലെ ആക്കണം. അതാണ് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ. നമ്മുടെ അടുത്ത ചോദ്യം വളരെ എളുപ്പമാണ്. 1/2 1/3 2/3. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ലസാഗു എല്ലാവർക്കും അറിയാം. 2 4 6 അങ്ങനെ പോകുന്നു. 3 6 9. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് 6 ആണല്ലേ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് അത് ചെയ്ത് നോക്കാം. ആദ്യത്തേത് എന്താണ്? 1/2. അപ്പോൾ നമ്മുടെ ഛേദം ഇവിടെ 6 നമുക്ക് ആക്കേണ്ടത്. അപ്പോൾ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 6 കിട്ടുക? 3 കൊണ്ട് ഗുണിച്ചാലാണ് 6 കിട്ടുക. അപ്പോൾ നമ്മൾ അംശത്തെയും 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3/6 കിട്ടി. അപ്പോൾ 1/2 സമാനമായിട്ട് 3/6 കിട്ടി. ഇനി അടുത്ത സംഖ്യ എന്ന് വെച്ചാൽ 1/3 ഇവിടെയും നമ്മൾ 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തേത് 1/3 ഗുണിക്കണം 2/6. അപ്പോൾ നമുക്ക് 2/6 കിട്ടി. ഇനി അടുത്തത് 2/3 ഗുണിക്കണം 2/2. അതായത് 3നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി. അപ്പോൾ നമ്മൾ അംശത്തെയും 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 2 ഗുണിക്കണം 2 4. അപ്പോൾ നമുക്ക് 3/2 2/6 4/6 കിട്ടിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2 അപ്പോൾ 2നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭിന്നസംഖ്യ ഏതാണ്? 1/3 പിന്നെ അടുത്ത് വരുന്ന 3 3 എന്ന് പറയുമ്പോൾ 1/2 അല്ലേ. പിന്നെ വരുന്നത് 4 അപ്പോൾ നമുക്ക് 2/3 ഇത് നമ്മൾ ഈ ചിഹ്നം ഇട്ടിട്ട്, അതായത് ചെറുതിൻ്റെ ചിഹ്നം ഇട്ടിട്ട് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ. 1/3 ചെറുത്, 1/2 ചെറുത്, 2/3. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും പേജ് നമ്പർ 66 വരെയുള്ള ചോദ്യോത്തരങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെയുള്ള ഒറ്റയ്ക്കുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 56 57 60 61 64 അതേപോലെ തന്നെ ലാസ്റ്റ് 66. ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്